BPCG 172 യൂത്ത് ജെൻഡർ ആൻഡ് ഐഡൻറ്റിറ്റിയാണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്ന ക്ലാസ്. ഇത് നമ്മുടെ 6ാമത്തെ ക്ലാസ്സാണ്. നമ്മൾ ഇന്ന് എടുക്കുന്നത് 4ാമത്തെ 6 ക്ലാസ്സിൽ 4ാമത്തെ മോഡ്യൂളാണ് എടുക്കുന്നത്. 4ാമത്തെ മോഡ്യൂൾ എടുക്കുന്നതിന് മുമ്പ് കഴിഞ്ഞ മോഡ്യൂളുകളിൽ നമ്മൾ എന്തൊക്കെയാണ് സംസാരിച്ചത്, എന്തൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്, ആമുഖമായിട്ട് അല്ലെങ്കിൽ കഴിഞ്ഞ കാര്യങ്ങൾ റീക്യാപ്പായിട്ട് കഴിഞ്ഞ കാര്യങ്ങളെ കുറിച്ചൊന്ന് പറയുകയാണ്. എന്താണ് യൂത്ത്? ഇത് നമ്മൾ പറയുന്ന ഒരു പരീക്ഷയുടെ ഒരു ആംഗിളിലൂടെ നിങ്ങൾ കാണും. യൂത്ത് എന്താണ്? 15 വയസ്സ് മുതൽ 24 വയസ്സ് വരെയുള്ള ആൾക്കാരെയാണ് നമ്മൾ യൂത്ത് എന്ന് പറയുന്നത്. അപ്പം ഒരു വ്യക്തിയുടെ ഡെവലപ്മെൻറ്റ് സ്റ്റേജസ്, വളർച്ചയുടെ ഭാഗം നമ്മൾ 3ആയിട്ട് തിരിക്കുന്നു. 0 മുതൽ 21 വയസ്സ് വരെ, 21 വയസ്സ് മുതൽ 60 വയസ്സ് വരെ, 60 വയസ്സ് മുതൽ മുകളിലേക്കുള്ളത്. അപ്പം ഇതിനകത്ത് നമ്മൾ എടുക്കുമ്പോൾ ഒരു ഈ യൂത്ത് എന്ന് പറയുന്ന കാറ്റഗറി നമുക്ക് കുറച്ചൊരു വ്യത്യാസം വരുത്തണം. 15 വയസ്സുള്ള ആ ഏർലി ചൈൽഡ്ഹുഡ് കഴിഞ്ഞ്, ഇൻഫൻസി സ്റ്റേജ് കഴിഞ്ഞു, ഏർലി ചൈൽഡ്ഹുഡ് കഴിഞ്ഞു, ആ ജെൻഡർ ഡിഫറൻസ് വരുന്ന സമയമാണ് യൂത്തിലേക്ക് പോകുന്ന സമയം. അപ്പം പ്യൂബർട്ടി സ്റ്റേജ് മുതൽ 24 വയസ്സ് വരെയുള്ളത്. പ്യൂബർട്ടി സ്റ്റേജ് വെച്ചാൽ 10 വയസ്സാകാം, 12 വയസ്സാകാം. അപ്പം ഈ യൂത്ത് എന്ന് പറയുന്നത് പല സ്ഥലങ്ങളിലും അതിന് വ്യത്യസ്തമായ പ്രായം പറഞ്ഞിട്ടുണ്ട്. ചിലടത്ത് 10 വയസ്സ് മുതൽ 24 വയസ്സ് വരെയാണ്, ചിലർക്ക് 15 വയസ്സ് മുതൽ 24 വയസ്സ് വരെയാണ്, ചിലർക്ക് 12 വയസ്സ് മുതൽ 24 വയസ്സ് വരെയാണ് യൂത്ത് എന്ന് പറയുന്നത്. ഇതൊരു ട്രാൻസിഷൻ പീരീഡാണ്. ഒരു സ്റ്റേജിൽ നിന്ന് അടുത്ത സ്റ്റേജിലേക്ക് പോകുന്നതിൻ്റെ ഇടയ്ക്ക് ഉള്ള ഒരു ഗ്യാപ്പ്, ട്രാൻസിഷൻ പീരീഡ്. കൊച്ചുകുട്ടികളിൽ നിന്ന് പ്രായപൂർത്തിയാകാൻ പോകുന്നതിന് ഇടയ്ക്കുള്ളതായ ഒരു സമയമാണ് നമ്മൾ യൂത്ത് എന്ന് പറയുന്നത്. അപ്പം യൂത്ത് എന്ന് പറയുന്നവരുടെ അവർ എന്തൊക്കെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്? യൂത്തിനെ സംബന്ധിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ അവരൊരു തീരുമാനം എടുക്കാൻ പറ്റാത്ത ഒരു സ്റ്റേജാണ്. വൈകാരികമായി അവർക്ക് അവരുടെ മുകളിൽ നിയന്ത്രണമില്ലാത്ത വ്യക്തികളാണ്. അവരുടെ ഫിലോസഫി ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. സ്വന്തമായി തീരുമാനം എടുക്കാൻ പറ്റാത്തത് കൊണ്ട് മറ്റുള്ളവർ അവരെ നയിക്കുന്നതാണ്. അത് പാരൻസ് ആകാം, പീർ ഗ്രൂപ്പ്സ് ആകാം, സൊസൈറ്റി ആകാം. അവരെ നയിക്കുന്നതായിട്ടുള്ള കാലഘട്ടമായിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പം എന്തുകൊണ്ടാണ് ഈ യൂത്തിന് ഇത്ര ഇമ്പോർട്ടൻസ് കൊടുത്തത്? യൂത്ത് എന്ന് പറയുന്ന ഒരു സമൂഹത്തിൻ്റെ, ഒരു സമുദായത്തിൻ്റെ, ഒരു രാജ്യത്തിൻ്റെ നിർണായകമായ ഘടകമാണ്. ഇന്ത്യയെ സംബന്ധിച്ച് ഏകദേശം 20% ആൾക്കാർ യൂത്താണ്. 20%, ഒരു പോപ്പുലേഷൻ്റെ 20% എന്ന് പറയുമ്പോൾ അതൊരു മെജോറിറ്റി ഭാഗമാണ്. ബാക്കിയുള്ളതെല്ലാം കൂടെ, അതായത് ഇൻഫൻസി സ്റ്റേജ് ആണെങ്കിലും അഡൽട്ട് ആണെങ്കിലും അഡോളസെൻസ്, ഓൾഡ് ഏജ് എല്ലാം കൂടെ നമ്മൾ കൂട്ടുമ്പോഴത്തേക്ക് അവരുടെ ഭാഗം എന്ന് പറയുന്നത് ആ ഒരു പെർസെൻറ്റേജ് വെച്ച് നോക്കുമ്പോൾ 20% എന്ന് പറയുന്നത് വളരെ നിർണായകമായ ഒരു ഘടകമാണ്. അപ്പോൾ ഇവിടെ ഇവർക്ക് കിട്ടുന്ന ചില നിയമമായ സാധ്യതകൾ എല്ലായിടത്തും ഇല്ല. നമ്മൾ ഇന്ത്യയെ സംബന്ധിച്ച് ബേസ് ചെയ്ത് പറയുകയാണെങ്കിൽ 18 വയസ്സ് താഴെയുള്ള കുട്ടികൾ ജുവനൈൽ എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അവരെന്തെങ്കിലും തെറ്റ് ചെയ്താൽ അവർ തെറ്റ് ചെയ്യില്ല, ജുവനൈൽ ആൾക്കാർ തെറ്റ് ചെയ്യില്ല എന്നുള്ള കൺസെപ്റ്റിലാണ് നിയമമാക്കാൻ അനുകൂലമായിട്ട് നിൽക്കുന്നത്. ഇനി തിരിച്ച് അവരെ എന്തെങ്കിലും നമ്മൾ ദ്രോഹിക്കുകയാണെങ്കിൽ, ഫിസിക്കലി മെൻ്റലി ഹറാസ്മെൻ്റ് ആണെങ്കിൽ, അതിന് പോപ്സോ പ്രകാരം പുതിയ നിയമം ഉണ്ടായി. പോപ്സോ പ്രകാരം നമ്മൾ ശിക്ഷ അനുഭവിക്കാൻ വേണ്ടി നമ്മൾ സാധ്യതയാണ്. അവർക്ക് കുറേ പ്രിവിലേജസ് ഉണ്ട്. അവർക്ക് ഒരു തെറ്റ് എന്ന് പറഞ്ഞാൽ അതിന് സാക്ഷികൾ നമുക്ക് ആവശ്യമില്ല. അവർ പറയുന്ന വാക്കുകൾ അതേ രീതിയിൽ തന്നെ നമ്മൾ എടുക്കും. അത് ഫിസിക്കൽ ആണെങ്കിലും മെൻ്റൽ ആണെങ്കിലും സെക്ഷൽ ഹറാസ്മെൻ്റ് ആണെങ്കിലും അതിൻ്റെ കടുത്ത ശിക്ഷ നമ്മൾ കൊടുക്കാനുള്ള നിയമങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതേസമയം അവരൊരു ക്രൈം ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് അതിൻ്റെ സംരക്ഷണം കിട്ടും. ഒരു ജൂനെ എന്ന് പറയുന്നത് ആ കുട്ടികളുടെ തെറ്റുകൾ എന്നുള്ള രീതിയിൽ നമ്മൾ ക്ഷമിച്ച് അതിന് വേണ്ട പരിഹാര മാർഗങ്ങൾ അല്ലെങ്കിൽ അതിന് നിവാരണ മാർഗങ്ങൾ ആണ് നമ്മൾ ചെയ്യാറുള്ളത്. അപ്പം യൂത്ത് എന്ന് പറയുമ്പോൾ ഇവർക്ക് തന്നെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാകുന്ന ഈ ഐഡൻറ്റിറ്റി, ഞാനെന്ന് പറഞ്ഞ ഒരു ഐഡൻറ്റിറ്റി ഉണ്ടാകാൻ പ്രശ്നമുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ വരെ നമ്മുടെ വീട്ടുകാർ നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നീ ഒരു കൊച്ചുകുട്ടിയാണ്. പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ നമ്മുടെ ഈ പ്യൂബർട്ടി സ്റ്റേജ് തുടങ്ങുന്ന സമയത്ത് നീ ഇന്നൊരു വലിയ കുട്ടിയായി, അതനുസരിച്ച് പെരുമാറണം. നമ്മുടെ മനസ്സിൽ കൺഫ്യൂഷനായി. ഇന്നലെ വരെ നമ്മൾ ചെറിയ കുട്ടിയാണ്, നമ്മൾ വലിയ കുട്ടിയാണെന്ന് പറയുന്നത്. ഇത് എന്താണ് ഇതിൻ്റെ തമ്മിലുള്ള വ്യത്യാസം? എന്താണ് എൻ്റെ റോൾ എന്ന് പറയുന്നത്? ഈ റോൾ ഡെഫിനിഷൻ, റോളിനെ ഡിഫൈൻ ചെയ്യുക എന്ന് പറയുന്നത് ഈ
യൂത്തിനെ സംബന്ധിച്ച് വലിയൊരു പ്രശ്നമാണ്. ഇങ്ങനെ വരുമ്പോഴത്തേക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാകുന്നു. അപ്പം ഇവിടെ ഒരു മെൻ്റൽ സ്റ്റേജസ്, ഇവരുടെ മെൻ്റൽ സ്റ്റേജ് എന്ന് പറയുന്നത്, മെൻ്റൽ ഹെൽത്ത് എന്ന് പറയുന്നത് പല കോൺസെപ്റ്റ് വെച്ചിട്ടാണ്. ഒരു മെൻ്റൽ ഹെൽത്ത് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ പറയുന്നത് സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവുണ്ടാകുക, ഫ്ലെക്സിബിലിറ്റി, സമൂഹവുമായിട്ട് നമുക്ക് ചേർന്ന് നിൽക്കാനായിട്ടുള്ള കാര്യങ്ങളുണ്ടാകുക, ലീഡർഷിപ്പ് ക്വാളിറ്റി നമുക്കുണ്ടാകുക, ഒരു പോസിറ്റീവ് തിങ്കിങ് അവരിൽ ഉണ്ടാകുക, പിന്നെ എല്ലാവരുമായിട്ട് ചേർന്ന് നിൽക്കാനുള്ളത്, പിന്നെ ഓട്ടോണമി, നമുക്ക് സ്വതന്ത്രമായി എന്തെങ്കിലും കാര്യം ചെയ്യാനായിട്ട് വരിക, ആൻഡ് ബാലൻസ് വിത്ത് എൻവയോൺമെൻറ്റ് ആൻഡ് എമോഷൻസ് ആൻഡ് ബിഹേവിയർ, പെരുമാറ്റവും സമുദായവും സാമൂഹികവുമായുള്ള ഒരു വെൽ ബാലൻസ് നിൽക്കുക. അപ്പോഴേ നമ്മളൊരു മെൻ്റലി ഹെൽത്തി എന്ന് പറയുള്ളൂ. അപ്പോൾ ഈ മെൻ്റലി ഹെൽത്തി ആകുക എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു പ്രശ്നമാണ്. കാരണം ഈ ഒരു മെൻ്റൽ ഹെൽത്ത് കൺഫ്യൂഷൻ ഇവരിലുണ്ടാവും. അപ്പം ഇത് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഈ യൂത്തിൻ്റെ കാര്യത്തിൽ ഇവരെ ആൽക്കഹോളിക് മദ്യപാനത്തിന്, മയക്കുമരുന്നുകൾക്ക്, തെറ്റായ വഴിയിൽ പോകാനായിട്ടുള്ള, ഇലീഗൽ റിലേഷൻഷിപ്പ് ഉണ്ടാകാനായിട്ടുള്ള ഇങ്ങനെയൊക്കെയുള്ള സാധ്യതകൾ അവർ കൂടും. അപ്പം ഇവരെ പോസിറ്റീവായിട്ട് നമ്മൾ ചെയ്യുകയാണ്, പോസിറ്റീവായിട്ട് നമ്മൾ വളർത്തിക്കൊണ്ട് വരികയാണെങ്കിൽ ഇവരെ സംബന്ധിച്ച് ഇവർക്കൊരു ഫിലോസഫി, ജീവിതത്തിലൊരു ഫിലോസഫി, ഒരു തത്വചിന്ത, ഒരു തത്വശാസ്ത്രം അവരുണ്ടാക്കുന്നത് ഈ പ്രായത്തിലാണ്. അത് ഞാൻ ആരാകണം, എന്താകണം, എങ്ങനെയാകണം, എന്തായിരിക്കും എൻ്റെ ലക്ഷ്യം, ഞാൻ ഡോക്ടറാകണോ, എഞ്ചിനീയർ ആകണോ, സർവീസിൽ ഞാൻ കയറണോ, ബിസിനസ് തുടങ്ങണം, ഇത് ഈ ഉള്ള ഒരു തീരുമാനം എടുക്കാനായിട്ടുള്ള ഒരു ഗോൾ സെറ്റിംഗ് നമ്മൾ നടക്കുന്നത് യൂത്ത് ഏജിലാണ്. അപ്പം ഇവിടെ സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനുമുള്ള ഒരു അനുഭവം. അപ്പം ഇൻഡിപെൻഡൻ്റ് ആയിട്ടൊരു കാര്യങ്ങൾ ചെയ്യാനായിട്ട് വരും, അതിന് മറ്റുള്ള ആൾക്കാരെ അതിന് തടയില്ല. അപ്പോൾ ഇവരെ വളർച്ചയിൽ ഇത് ബാധിക്കും. ഒരു ടോട്ടൽ കൺഫ്യൂസ് സ്റ്റേജിലാണ്. അപ്പം ജെൻഡർ എന്ന് പറയുന്ന ഒരു ക്രൂഷ്യൽ ടൈം ആയതുകൊണ്ടാണ് യൂത്ത് എന്ന് പറയുന്ന ഒരു നിർണായക ഘടകമായതുകൊണ്ടാണ് യൂത്തിന് ഇത്രയും നമ്മൾ പ്രാധാന്യം കൊടുത്തിരിക്കുന്നു, അവരെ സംരക്ഷിക്കുന്നതുള്ളത്. അപ്പോൾ ഇവിടെ യൂത്ത് എന്ന് പറഞ്ഞാൽ വേറെണ്ണം കൊണ്ടുണ്ട്, അവർക്ക് അവകാശങ്ങളൊന്നും പറ്റും, നമുക്ക് പഠിക്കാനുള്ള സ്വാതന്ത്ര്യം. അപ്പം പണ്ട് കാലഘട്ടങ്ങളിൽ നമുക്ക് പഠിക്കാനുള്ള സ്വാതന്ത്ര്യം, പ്രത്യേകിച്ച് ഈ എംപവർമെൻറ്റ്, സെൽഫ് എംപവർമെൻറ്റ്, ശാക്തീകരണം വരുന്ന സമയത്ത് ഈ ശാക്തീകരണത്തിന് ഏറ്റവും വലിയ ഭാഗം എഡ്യൂക്കേഷനാണ്. ആ എഡ്യൂക്കേഷൻ വലിയ ഭാഗമായതുകൊണ്ട് ഈ കുട്ടികൾക്ക്, അതായത് ഒരു 15 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഇന്ത്യയെ സംബന്ധിച്ച് ഫ്രീ ആണ്. അത് നിർബന്ധിതമായ വിദ്യാഭ്യാസമാണ്. അതിന് നമ്മൾ പണ്ടൊക്കെ പല സ്ഥലങ്ങളിലും കുട്ടികൾക്ക് അടിസ്ഥാനപരമായ വിദ്യാഭ്യാസം കിട്ടാനില്ലായിരുന്നു. അപ്പോൾ ഇതൊരു നിർബന്ധിതമായ വിദ്യാഭ്യാസവും ആ വിദ്യാഭ്യാസം ഫ്രീ ആയിട്ടും സാമ്പത്തികം വാങ്ങാതെ ഗവൺമെൻറ്റിൻ്റെ ചെലവിൽ അവരെ പഠിപ്പിക്കുക എന്നുള്ള ഒരു തീരുമാനം കൂടെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എഡ്യൂക്കേഷനാണ് നമ്മൾ ഈ യൂത്തിൽ ഏറ്റവും ഒരു വലിയ ഭാഗമായിട്ട്, ഇമ്പോർട്ടൻ്റ് ഭാഗമായിട്ട് നമ്മൾ കഴിയുന്നത്. അപ്പം ഇവരുടെ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് വൈകാരികമായി നമുക്കുണ്ടാകുന്ന ചിന്തയും സമൂഹം നമ്മളെ കാണുന്ന രീതിയും സമൂഹത്തെ നമ്മൾ കാണുന്ന രീതിയും ഇത് തമ്മിലൊരു കോർഡിനേഷൻ. വാട്ട് ഐ തിങ്ക് വാട്ട് ഐ ആം, വാട്ട് യു തിങ്ക് വാട്ട് ഐ ആം, ബട്ട് ഐ ആം വാട്ട് ഐ തിങ്ക് വാട്ട് യു തിങ്ക് വാട്ട് ഐ ആം. ഞാൻ എന്നെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നതും നിങ്ങൾ എന്നെക്കുറിച്ച് ചിന്തിക്കുന്നതുമല്ലാതെ ഞാനും നിങ്ങളും എന്നെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നു, അതാണ് ഞാൻ എന്ന് പറയുന്നത്. അതായത് ഈ ഒരു ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് സമൂഹം എന്നെ എങ്ങനെ കാണുന്നു. അപ്പം ഈ പ്രായത്തിൽ 15 വയസ്സ് 16 വയസ്സ് 17 വയസ്സുള്ള കുട്ടികളെ സംബന്ധിച്ച് സമൂഹം എങ്ങനെ ആ വ്യക്തിയെ കാണും, അതുപോലെ സമൂഹത്തിൽ നിന്ന് നമുക്കുള്ള എക്സ്പെക്റ്റേഷൻ, അല്ലെ സമൂഹത്തിൽ നമ്മൾ എന്ത് പ്രതീക്ഷിക്കുന്നു, ഇത് രണ്ടും കൂടി ഒരു സിങ്കറൈസ് ചെയ്യുന്ന സമയത്ത്, ഒരുമിച്ചാകുന്ന സമയത്ത്, അതാണ് അതിൻ്റെ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ മോർ ഓർ ലെസ് നമ്മളെ ഈ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് സെൽഫ് അവെയർനെസ് ആണ്. ഞാൻ എന്നെ അറിയുന്ന ഒരു കാലഘട്ടം. വാട്ട് ഈസ് മൈ റോൾ, വാട്ട് ഈസ് മൈ ഡ്യൂട്ടി, വാട്ട് ഈസ് മൈ റെസ്പോൺസിബിലിറ്റി, എന്താണ് എൻ്റെ ഉത്തരവാദിത്തം, എന്താണ് എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന കാര്യങ്ങൾ, എന്തൊക്കെയാണ് എന്നിൽ നിന്ന് മറ്റുള്ളവർ പ്രതീക്ഷിക്കുന്നത്, അല്ലെങ്കിൽ എൻ്റെ ഗോൾ എന്താണ്. ദാറ്റ് ഈസ് കോൾഡ്, നമ്മൾ മാസ്ലോ തിയറി പറയുകയാണെങ്കിൽ സെൽഫ് ആക്ച്വലൈസേഷൻ. എല്ലാവരും സാറ്റിസ്ഫാക്ഷനിലേക്ക് പോകുന്നു. അപ്പോൾ ആ സെൽഫ് എന്ന് പറയുന്നത് സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ ആ സെൽഫ് റിയലൈസേഷൻ വേണം, സെൽഫ് അണ്ടർസ്റ്റാൻഡിങ് വേണം,
അതുപോലെ എമോഷണലി ആണെങ്കിലും വൈകാരികമാണെങ്കിലും ശാരീരികമാണെങ്കിലും വെൽ ബാലൻസ്ഡ് ആയിരിക്കണം. ആ ബാലൻസ് വരുമ്പോഴത്തേക്കാണ് എൻ്റെ ഐഡൻറ്റിറ്റി നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റുക. അപ്പം ഞാൻ ആരാണ്, ഞാൻ എന്താണ്, ഞാൻ എങ്ങനെയായിരിക്കണം, അത് അങ്ങനെ ആയാൽ, അങ്ങനെ എത്തിപ്പറ്റിയാൽ, ഒന്നായി കഴിഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഇസ് കോൾഡ് ദ ഐഡൻറ്റിറ്റി. അപ്പം ആ സെൽഫ് ഐഡൻറ്റിറ്റിയാണ് ഇവിടെ യൂത്തിന് ഏറ്റവും വലിയ പ്രശ്നം. എന്ന് വെച്ചാൽ റോൾ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പഴയ കാലങ്ങളിലുള്ള റോളല്ല ഉള്ളത്. ആ റോളിൻ്റെ പ്രശ്നത്തിൽ വരുമ്പോൾ പാരൻറ്റിങ്ങോട് വരും. ഏത് തരത്തിലുള്ള പാരൻറ്റിങ് ആണ് ഈ കുട്ടിക്ക് കിട്ടുന്നത്? അപ്പം പാരൻറ്റിങ് ഇതിനകത്ത് ഒരു മുഖ്യ ഘടകമായി വരും. ഒരു വ്യക്തിയുടെ ഐഡൻറ്റിറ്റി റോൾ ഡിഫൈൻ ചെയ്യാനായിട്ട് നമുക്ക് എപ്പോഴും അത്യാവശ്യമുള്ള കാര്യങ്ങളിൽ ഒന്ന് ഫാമിലിയാണ്. ഫാമിലി എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെ കാണുന്നു, ഏത് കാഴ്ചപ്പാടിൽ കാണുന്നു, നമ്മൾ അവരെ എങ്ങനെ മനസ്സിലാക്കുന്നു, ഏത് രീതിയിലാണ് അവർ. അപ്പം നമ്മൾ കുട്ടികളെ വളർത്തിക്കൊണ്ടുവരുന്നു. അപ്പം വളർത്തിക്കൊണ്ടുവരാനായിട്ട് എങ്ങനെ നമുക്ക് വളർത്താം? അപ്പം ഏത് രീതി വേണമെങ്കിൽ നമുക്ക് കുട്ടികളെ വളർത്താം. ഒന്ന്, നമ്മൾ അടിച്ച് നമ്മൾ പറയുന്ന പോലെ കേട്ട് വളരുന്ന ഒരു സമൂഹം. അതല്ലെങ്കിൽ പരിപൂർണ സ്വാതന്ത്ര്യത്തോടുകൂടി അവർക്ക് അവരുടെ ഇഷ്ടമുള്ള തിരഞ്ഞെടുത്ത് പോകുന്ന ഒരാൾക്കാർ. ഒന്നുമല്ലെങ്കിൽ നമ്മളൊരു ഡെമോക്രാറ്റിക് വേ, അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ സംസാരിച്ച് ഡിസ്കഷൻ എടുത്തി നമ്മൾ ചെയ്യുന്ന സംഗതികൾ. അത് അല്ല എന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് മാത്രം കേൾക്കുന്ന ഒരു സമൂഹത്തെ ഉണ്ടാക്കിക്കൊണ്ടുവരുന്നത്. അപ്പോൾ പല ആംഗിളിലൂടെയാണ് നമ്മളൊരാളുടെ സെൽഫ് റിയലൈസേഷൻ വേണം. അപ്പം ഏതാണ് നല്ലത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാരൻറ്റിങ്ങിൻ്റെ മോഡലിൽ, പാരൻറ്റിങ്ങിൻ്റെ ആ സ്ട്രക്ചറിൽ, അല്ലെങ്കിൽ പാരൻറ്റിങ് മെത്തഡോളജിയിൽ ഇന്നത് ശരി ഇന്നത് തെറ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അൾട്ടിമേറ്റ് ഈ വ്യക്തിയുടെ പേഴ്സണാലിറ്റി നമ്മൾ പറയാം. അപ്പോൾ പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാൽ കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ PPC 103 പേഴ്സണാലിറ്റിയെ കുറിച്ച് പറയുന്നുണ്ട്. ചുരുക്കം പേഴ്സണാലിറ്റി ദ എബിലിറ്റി ഓഫ് എ പേഴ്സൺ അഡ്ജസ്റ്റ് മെൻ്റലി ആൻഡ് ഫിസിക്കലി വിത്ത് ദ എൻവോൺമെൻറ്റ്. ചുറ്റുപാടുകളുമായിട്ട് മാനസികമായും ശാരീരികമായിട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുക, പൊരുത്തപ്പെട്ടു പോകാൻ സാധിക്കുന്നതാണ് ഒരാളുടെ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ പേഴ്സണാലിറ്റി ദ യുണീക്ക് ബിഹേവിയർ ഓഫ് എ പേഴ്സൺ which can be understood by observing in for a quite long enough period of time. ഒരാളുടെ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് അയാളെ നമ്മൾ നോക്കുക, നമ്മൾ കാണുക എന്ന് വെച്ചാൽ പോയി നോക്കിയിട്ട് വരിക എന്നുള്ള, അയാളെ നമ്മൾ മനസ്സിലാക്കുക. അപ്പം എത്ര കാലം കൊണ്ട് എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും. ലോങ് ആൻഡ് ഇനഫ് പീരീഡ് ഓഫ് ടൈം. ഒരാളെ നമ്മൾ എത്ര കാലം കൊണ്ടാണോ മനസ്സിലാക്കുക, അതാണ് അയാളുടെ പേഴ്സണാലിറ്റി. ഇറ്റ്സ് എ യുണീക്ക് ബിഹേവിയർ. കാരണം നമുക്ക് കോമൺ ആയിട്ട് പറയാൻ പറ്റില്ല. ഓരോരുത്തർക്കും ഓരോ പേഴ്സണാലിറ്റിയാണ്. ഒരാളുടെ പേഴ്സണാലിറ്റി, നമ്മൾ കാണുന്ന പേഴ്സണാലിറ്റി പല കോൺസെപ്റ്റ് വെച്ചിട്ടാണ് പേഴ്സണാലിറ്റി കാണുന്നത്. ചിലപ്പോൾ ഒരാളുടെ പൊക്കമാകാം, ചിലപ്പോൾ ഒരാളുടെ സംസാരമാകാം, ചിലപ്പോൾ ഒരാളുടെ വിദ്യാഭ്യാസമാകാം, ചിലപ്പോൾ ഒരാളുടെ നോളജ് ആകാം, മെമ്മറി പവർ ആകാം. എല്ലാം നമ്മൾ പേഴ്സണാലിറ്റിയെ കുറിച്ച് പറയും. പക്ഷെ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് സം ടോട്ടലാണ്, ഇതൊന്നല്ല. ഒരാൾക്ക് നല്ല മെമ്മറി ഉണ്ട് എന്ന് വെച്ചാൽ അതിന് നല്ല പേഴ്സണാലിറ്റി ഉണ്ടാകും. നല്ല പൊക്കം ഉണ്ടെന്ന് വെച്ചാൽ അതിന് നല്ല പേഴ്സണാലിറ്റി ഉണ്ടാകും. നല്ല വണ്ണം ഉണ്ടെന്ന് വെച്ച് പേഴ്സണാലിറ്റി, നല്ല മസിലുണ്ടെന്ന് വെച്ച് പേഴ്സണാലിറ്റി ഉള്ള കാര്യമില്ല. അയാളുടെ ബിഹേവിയർ എങ്ങനെയാണ്, ഇതെങ്ങനെയാണ്, അയാൾ എങ്ങനെ സമൂഹമായിട്ട് ചേരുന്നു, അവർ മറ്റുള്ളവരുമായിട്ട് എങ്ങനെ ചേരുന്നു. അപ്പം ഇതിൻ്റെ ആകെ ഒരു തുകയാണ്, ദാറ്റ് ഇസ് സം ടോട്ടൽ ഓഫ് ഓൾ ദിസ് കോൾഡ് ദ പേഴ്സണാലിറ്റി. അപ്പം ഈ സെൽഫ് ഐഡൻറ്റിറ്റി പഠിക്കുമ്പോൾ, യൂത്തിൻ്റെ ഐഡൻറ്റിറ്റി പഠിക്കുമ്പോൾ ഈ പേഴ്സണാലിറ്റിയും കൊണ്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്. പേഴ്സണാലിറ്റി മനസ്സിലാക്കിയില്ല എന്നുണ്ടെങ്കിൽ ഈ ഐഡൻറ്റിറ്റി, ആ സെൽഫ് റിയലൈസേഷൻ, ഇത് എങ്ങനെയാണ് ഇതുണ്ടാകുന്നത്, എങ്ങനെയാണ് ഒരു സോഷ്യൽ ലേണിംഗ് തിയറി, എങ്ങനെയാണ് നമ്മൾ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഓരോ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയെടുക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പം ഈ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് നമ്മുടെ സൈക്കോളജിയിൽ 103-ാമത്തെ നിങ്ങൾക്ക് തരുന്ന 103-ാമത്തെ ആ യൂണിറ്റ് മോഡ്യൂളിൽ, ആ ബുക്ക്ലെറ്റിൽ നമുക്ക് കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ 103-ാമത്തെ എന്താണ് പറയുന്നത്, നിങ്ങൾക്ക് പല മോഡ്യൂൾ, നിങ്ങൾ 172 എന്ന് പറഞ്ഞത് 103 പേഴ്സണാലിറ്റിയെ കുറിച്ചാണ് പറയുന്നത്. അത് നിങ്ങൾ ഒന്ന് വായിച്ച് മനസ്സിലാക്കണം. കാരണം എന്നാൽ ഈ സെൽഫ് എന്താണ് എന്നുള്ളത്. അപ്പം ജെൻഡർ ആൻഡ് ജെൻഡർ ഐഡൻറ്റിറ്റിയാണ് നമ്മൾ. അപ്പം ഇവരെ വളർത്തിക്കൊണ്ട് വരുന്നത്, വരുന്ന സാഹചര്യങ്ങൾ, സമൂഹം ഇവരെ എങ്ങനെ കാണുന്നു, സമൂഹത്തെ ഇവരെങ്ങനെ കാണുന്നു, രണ്ടുപേരുടെയും കാണുമ്പോൾ ചിന്താഗതി ഒന്നാകുന്നു. അതാണ് സെൽഫ് ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത്. സെൽഫ് ഐഡൻറ്റിറ്റിക്ക് ഒരു വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ റോൾ എന്ന് പറയുന്നുണ്ട്. ഒരു റോളാണ്. ആണിനൊരു പെണ്ണിനൊരു റോൾ,
ട്രാൻസ്ജെൻഡേഴ്സിനൊരു റോൾ, അമ്മയ്ക്കൊരു റോൾ, അച്ഛനൊരു റോൾ. അപ്പം ഈ റോൾ എന്ന് പറയുന്നത് ഇങ്ങനെ ക്ലിയർലി ഡിഫൈൻ ചെയ്യും. ആ ഡിഫൈൻ ചെയ്യുന്നതനുസരിച്ചാണ് നമ്മൾ ഐഡൻറ്റിറ്റിക്ക് വേണം. പിന്നെ ഏത് റിലീജിയനാണ്, ഏത് കാസ്റ്റാണ്. അപ്പോൾ ഇതൊക്കെ ഒരാളുടെ ഐഡൻറ്റിറ്റി ചെയ്യുന്നത്. അതായത് ഞാൻ ഒരു വൈശ്യ ഇതിൽപ്പെട്ടതാണ്, അല്ലെങ്കിൽ ഞാൻ ഒരു ക്ഷത്രിയനാണ്, അല്ലെങ്കിൽ ഞാൻ ഒരു ശൂദ്രനാണ്. അപ്പോൾ ഇതിനെ ബേസ് ചെയ്ത്, കാരണം അത് നമ്മൾ പറയുമ്പോഴത്തേക്ക് കാസ്റ്റ് വലിയൊരു ഇമ്പോർട്ടൻ്റ്. ദെൻ റിലീജിയൻ, ഞാൻ ഹിന്ദുവാണ്, ക്രിസ്ത്യാനിയാണ്, മുസ്ലിമാണ്. അപ്പം ഞാൻ അറിയുന്നതാണെങ്കിൽ എൻ്റെ സമുദായം വെച്ചിട്ട് ഞാൻ ഇന്നതാണ്, അല്ലെങ്കിൽ അയാളുടെ സമുദായം ഇത് ശങ്കരൻ നായരാണ്, ഇത് മുഹമ്മദ് ആണ്, ഇത് തോമസ് ആണ്. അപ്പോൾ ഇതിന് ബേസ്ഡ് ഓൺ ദ റിലീജിയനാണ്. അപ്പോൾ നമ്മൾ അയാളിൽ നിന്ന് ഒരു സംഗതി ആ ഒരു രീതിയിലുള്ള കാര്യം നമ്മൾ പ്രതീക്ഷിക്കുന്നു. അപ്പം ആ ഐഡൻറ്റിറ്റിയിൽ തരണമുണ്ട്. പിന്നെ ഏത് സ്ഥലത്തുനിന്ന് വരുന്നു, നിങ്ങൾ തമിഴ്നാട്ടിൽ നിന്ന് വരുന്നു, കേരളത്തിൽ നിന്ന് വരുന്നു, കർണാടകയിൽ നിന്ന് വരുന്നു, ആന്ധ്രാപ്രദേശിൽ നിന്ന് വരുന്നു. അപ്പം ഇങ്ങനെ പല, അമേരിക്കനാണ്, യൂറോപ്യനാണ്. ഇതെല്ലാം നമ്മൾ സെൽഫ് ഐഡൻറ്റിറ്റി വരുമ്പോഴത്തേക്ക് ഇതെല്ലാം കൂടെ നമ്മൾ നോക്കിയിട്ടാണ്, സം ടോട്ടൽ വെച്ചിട്ടാണ് നമ്മൾ ഇങ്ങനെ സെൽഫ് ഐഡൻറ്റിറ്റി ഉണ്ടാകുന്നത് എങ്ങനെയാണ് നമ്മൾ നോക്കുക. അപ്പം ജെൻഡർ ആൻഡ് ജെൻഡർ ഐഡൻറ്റിറ്റിക്ക് ജെൻഡർ സോഷ്യലൈസേഷൻ, ജെൻഡർ റോൾസ്. സോഷ്യലൈസേഷൻ സമൂഹമായിട്ട് നമ്മൾ ചേരുക, സൊസൈറ്റി നമ്മളെ എങ്ങനെ കാണുന്നു. ജെൻഡർ റോൾസ്, ഒരാൾക്ക് പുരുഷൻ ഇന്നത് ചെയ്യണം, സ്ത്രീ ഇന്നത് ചെയ്യണം, ഡോക്ടർ ഇങ്ങനെ ചെയ്യണം, എഞ്ചിനീയറിംഗ് ഇങ്ങനെ ചെയ്യണം, ബിസിനസ്സുകാരൻ ഇങ്ങനെ ചെയ്യണം. അപ്പം ഈ ഒരു സോഷ്യൽ മോഡൽ, ജെൻഡർ റോൾ അവിടെ നമ്മൾ വരുന്നു. അപ്പം ആ ജെൻഡർ സോഷ്യലൈസേഷനും ജെൻഡർ റോളുമാണ് നമ്മുടെ ഐഡൻറ്റിറ്റി തെളിയിക്കുന്ന ഒരു സംഗതി. ദെൻ ചേഞ്ചിങ് ജെൻഡർ റോൾസ്. ചേഞ്ചിങ് ജെൻഡർ റോൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പണ്ട് ഒരു കാലത്ത് ഡ്രൈവിംഗ് എന്ന് പറയുന്നത് ആണുങ്ങൾക്ക് മാത്രം വെച്ചിട്ടുള്ളതാണ്. ഇപ്പോഴും ട്രക്ക് വരെ ഓടിക്കുന്ന, ടില്ലർ വരെ ഓടിക്കുന്നതായ പെണ്ണുങ്ങളുണ്ട്. പിന്നെ പണ്ട് പെൺകുട്ടികളെ സംബന്ധിച്ച് നൈറ്റ് ഡ്യൂട്ടി ചെയ്യാനായിട്ട് പറ്റില്ല, നൈറ്റ് ഡ്യൂട്ടി ചെയ്യാന്നുള്ള സമ്മതിക്കില്ല. പിന്നെ ചില ജോലികൾക്ക്, മെക്കാനിക്കൽ ജോലിക്ക്, ഫിസിക്കലായിട്ട് എക്സേഷനുള്ള ജോലികൾക്ക് പെൺകുട്ടികൾ വരിക. ഇപ്പം അതല്ല, ഇപ്പം കാലം മാറി. ഏത് ജോലിയും ഈക്വൽ, എല്ലാ ജോലിയും ഈക്വലാണെന്നും എല്ലാ ജോലിക്കും നമുക്ക് ഒരേ പരിഗണനയാണ് വേണ്ടതും, ആണുങ്ങൾക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന, പെണ്ണുങ്ങൾക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന ജോലി എന്നില്ല. ജോലി എന്ന് പറയുന്നത് ആർക്കും ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം റോള് മാറി. അപ്പോൾ പണ്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നൈറ്റ് ഡ്യൂട്ടി, നൈറ്റ് ഷിഫ്റ്റിലേക്കൊക്കെ ഒരാളെ കിട്ടുക എന്ന് വെച്ചാൽ വലിയ പാട്, പ്രത്യേകിച്ച് പെൺകുട്ടികളെ. ഇപ്പം അതല്ല, റോളും മാറി. പിന്നെ ഈ ആൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം വേറെ ഫാമിലിയിലുള്ള റോളാണ്. ഭാര്യയാകണം, അമ്മയാകണം, അവിടെ ടീച്ചറാകണം, അവിടെ ജോലിക്ക് നിൽക്കുന്ന ആളാകണം, ഭാര്യയായിരിക്കണം, എല്ലാം കൂടെ ഇങ്ങനെ വരും. അപ്പം റോൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം റോൾ ചേഞ്ച് ചെയ്യുന്ന കൂട്ടത്തിൽ വേറെ എന്നുള്ളതെന്ന് വെച്ചാൽ, ഇന്ന ജോലിക്ക് ഇന്ന ആൾ എന്നുള്ളതൊരു മാറി. അപ്പം സ്പെസിഫിക് ആയിട്ടുള്ളതല്ല, മനുഷ്യൻ്റെ റോള് ജെൻഡറിനനുസരിച്ച് ജോലി ചേഞ്ച് ചെയ്ത് കഴിയുമ്പോൾ ജെൻഡർ ഐഡൻറ്റിഫിക്കേഷൻ നമ്മൾ മാറി. പിന്നെ നമ്മൾ ഡ്രസ്സിങ്ങിനുണ്ട്. കാരണം എന്ന് വെച്ചാൽ ആണിന് ഇന്ന വേഷം, പെണ്ണിൻ്റെ വേഷം. ആണുങ്ങൾ സാരി ഉടുക്കാമല്ലോ, പെണ്ണുങ്ങൾ സാരി ഉടുക്കണം, ആണുങ്ങൾ മുണ്ടെടുക്കണം, പെണ്ണുങ്ങൾ ലേഡീസിനുള്ളത് വേഷം. അപ്പം ഡ്രസ്സിങ്ങിൽ വന്നു, അപ്പോൾ റോൾ ചേഞ്ച്. ഇപ്പം അങ്ങനെയല്ല. ഇപ്പം ഏത് ഡ്രസ്സും ആർക്കും ഇടാം എന്നുള്ളൊരു മട്ടിലാണ്. സാധാരണഗതിയിൽ ആണുങ്ങളുടെ ഡ്രസ്സ് പെണ്ണുങ്ങൾ ഇടുന്നുണ്ട്. ഇപ്പം പാൻസ് ഇടുന്നു, മുടി ബോപ്പി ചെയ്യുന്നു. അപ്പം റോള് ചേഞ്ച് ചെയ്തു. ദെൻ സ്റ്റീരിയോടൈപ്പിംഗ് ആൻഡ് സോഷ്യൽ ചേഞ്ച്. ജെൻഡർ സ്റ്റീരിയോടൈപ്പിംഗ് എന്ന് പറഞ്ഞാൽ, നമ്മൾ വിചാരിക്കും ഒരു ഗ്രാമത്തിൽ നിന്ന് വരുന്ന ഒരു പെൺകുട്ടികൾ, നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാനില്ല, അവർ ഇംഗ്ലീഷ് മനസ്സിലാക്കുന്നില്ല. അപ്പം ആ സോഷ്യൽ ചേഞ്ച് വന്നപ്പോഴേ ഇത് മാറി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ അർബനെന്നോ റൂറലെന്നോ വില്ലേജെന്നോ എന്നുള്ള ഒരു വ്യത്യാസമില്ല. കാരണം ആർക്കും എവിടെയും നമുക്ക് പോയി പഠിക്കാം. ഇപ്പോൾ ഒരു സാധാരണഗതിയിൽ പണ്ട് കാലഘട്ടങ്ങളിൽ ഒരു വില്ലേജിൽ നിന്ന് വന്ന പെണ്ണുങ്ങളൊക്കെ ഇംഗ്ലീഷ് സംസാരിക്കാം. പിന്നെ ഇവർക്ക് വിദ്യാഭ്യാസം കൊടുക്കുക. ചില ഏരിയകളിൽ വിദ്യാഭ്യാസം കൊടുക്കില്ല. പെൺകുട്ടികൾക്ക് 4 വയസ്സായി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 5 വയസ്സായി കഴിഞ്ഞാൽ, 9 വയസ്സായി കഴിഞ്ഞാൽ പിന്നെ വിദ്യാഭ്യാസം കൊടുക്കില്ല. പക്ഷെ ഇപ്പം അത് മാറി. കാരണം റൂറലിൽ നിന്ന് വരുന്ന കുട്ടികൾ അങ്ങനെയല്ല. അവർക്ക് ഇംഗ്ലീഷ് അറിയാൻ പാടില്ലെന്നുള്ളത് സംഗതി ശരിയല്ല. അവർക്ക് സംസാരിക്കാൻ അറിയില്ലെന്നുള്ള ചിന്താഗതി മാറി. അപ്പം ഈ സ്റ്റീരിയോടൈപ്പിംഗ്
ഒരു മുൻവിധി എന്ന് പറഞ്ഞ് നമുക്ക് മാറി. അപ്പം മുൻവിധി മാറിയിട്ട് ഇപ്പം സോഷ്യൽ ചേഞ്ചിൻ്റെ ഭാഗമാണ് എല്ലാം. അപ്പം എല്ലാവർക്കും തുല്യ ജോലി, എല്ലാ ജോലിക്കും തുല്യമായ വേതനങ്ങൾ, ഒരേ ജോലിക്ക് ഒരേ രീതിയിലുള്ള വേതനങ്ങൾ, ആൺപെൺ വ്യത്യാസമില്ലാതെ നമ്മൾ ഇരിക്കുക. പെണ്ണുങ്ങൾ ചേർന്ന് ചെയ്ത് കഴിഞ്ഞാൽ കൂലി കുറയും. അവർ വന്നില്ല, ജെൻഡർ ആ ചിന്താഗതിയില്ല. അപ്പോൾ അവർ ഇംഗ്ലീഷ് സംസാരിക്കുന്നവരുണ്ട്, അവർ വേറെ ഭാഷകൾ സംസാരിക്കുന്നവരുണ്ട്, അത് ഗ്രാമത്തിൽ നിന്ന് വരുന്ന ആൾക്കാർ. അപ്പം ആ സ്റ്റീരിയോ ടൈപ്പിംഗ് അങ്ങ് മാറി ബിക്കോസ് ഓഫ് ദ സോഷ്യൽ ചേഞ്ച്. അപ്പം ഇവിടെ ജെൻഡർ ഐഡൻറ്റിറ്റിക്ക് അത്രയും കാര്യമുണ്ട്. ദെൻ ദ സെക്ഷുവാലിറ്റി. അപ്പം സെക്ഷൽ തോട്ട്സ് എന്ന് പറയുന്ന കുട്ടികൾക്ക് പ്രായപൂർത്തിയാകുമ്പോൾ ഉണ്ടാകുന്നതാണ്. അത് ഹോർമോൺ ചേഞ്ചസ് ഉണ്ടാകുന്നതാണ്. അപ്പോൾ ഇത് അഡോളസൻസ് സാധാരണഗതിയിൽ 10-18 വയസ്സാകുമ്പോഴത്തേക്ക് ഉണ്ടായെങ്കിലും 21 വയസ്സ് കഴിഞ്ഞിട്ടാണ് ഒരു സെക്ഷൽ റിലേഷൻഷിപ്പിനെ കുറിച്ച് പറയുക. പിന്നെ നമുക്കൊരോ ചിന്താഗതികളുണ്ട്, ഓരോ കൾച്ചറിൻ്റെ അനുസരിച്ച്, ഓരോ സ്ഥലത്തിൻ്റെ അനുസരിച്ച്, ഓരോ മതത്തിൻ്റെ അനുസരിച്ച് ഇതിന് ചില വ്യതിയാനങ്ങൾ നമുക്ക്, ചിന്താഗതി വ്യത്യാസങ്ങൾ നമുക്ക് വരും. അപ്പോൾ ഇതിനകത്തുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഒരാളെ എങ്ങനെ ഇതിനെ കാണുന്നു എന്നുള്ളതാണ്. സെക്ഷുവാലിറ്റി എന്ന് പറയുന്നത് ഇത് എങ്ങനെ കാണുന്നു, സെക്ഷൽ എങ്ങനെ കാണുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ശരീരത്തിന് ആദ്യം സെക്ഷൽ ഇത് നമ്മുടെ ചേഞ്ച് വരുന്നത് നമ്മുടെ ബോഡിയിലാണ്. സെക്ഷൽ ഡെവലപ്മെൻറ്റ് നമുക്കുണ്ടാകുക. സെക്ഷൽ ഡെവലപ്മെൻറ്റ് ആദ്യം നമ്മളൊരാൾ പ്രായപൂർത്തിയാകുമ്പോൾ സെക്ഷൽ ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ശരീരത്തിൽ പ്യൂബർട്ടി ഹെയർ ഉണ്ടാകുക. പെൺകുട്ടികൾക്കാണെങ്കിൽ ബ്രസ്റ്റ് വലുതാകുക, ആൺകുട്ടി ജെനിറ്റൽ പാർട്സ് വലുതാകുക, പെൺകുട്ടികളുടെ യൂട്രസ് ഡെവലപ്പ് ചെയ്യുക, എന്നുവെച്ചാൽ അവിടെ ഗർഭം ഉൾക്കൊള്ളാനായിട്ടുള്ള വളർത്തിയെത്തുക. അപ്പം ഇവിടെയാണ് നമുക്ക് അഡോളസൻ സ്റ്റേജിലേക്ക് വരുന്നത്. അപ്പം ഇവിടെ സെക്ഷുവാലിറ്റി ഒരു ബോഡി ഇമേജ് ഉണ്ട്, പല തെറ്റിദ്ധാരണകളാണ്. അപ്പം ശരീരത്തിൻ്റെ ഇമേജ്, വണ്ണം കുറഞ്ഞവരാണ് അവരെ സംബന്ധിച്ച് അവരുടെ സെക്ഷൻ ഇങ്ങനെയാണ്, വണ്ണം കൂടിയുള്ളവരുടെ സെക്ഷൻ ഇങ്ങനെയാണ്, ശരീരത്തിൽ രോമം ഉള്ളവരെ കുറിച്ച് ഇങ്ങനെയാണ്, പൊക്കം കുറഞ്ഞവരാണ്, പൊക്കം കൂടിയാണ്. അപ്പം ഇങ്ങനെ ഒരു ബോഡി ഇമേജ് ഇതിന് വളരെ നിർബന്ധമായിട്ടുള്ള സമയം. അപ്പോൾ ഈ ബോഡി ഇമേജ് എപ്പോഴും ഇതുമായിട്ട് സെക്ഷുവാലിറ്റി ബോഡി ഇമേജുമായിട്ട് ചെയ്യും. ഞാൻ കൊള്ളൂല, എനിക്ക് സൗന്ദര്യമില്ല, അപ്പം ഞാൻ വേറെ ആളുടെ മുമ്പിൽ ഞാൻ എക്സ്പോസ്ഡ് ആകേണ്ടത് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. അപ്പം ഇങ്ങനെ ചില സംഗതികൾ നമ്മൾ അഡോളസൻ സ്റ്റേജിൽ സെക്ഷുവാലിറ്റിയിൽ ഉണ്ടാകും. അപ്പം റോങ് ബോഡി കൺസെപ്റ്റ് ആകാം, അല്ലെങ്കിൽ നമ്മുടെ ബോഡിയെക്കുറിച്ച് നമ്മുടെ സെൽഫ് ഇമേജ് പുവറാകാം, അതല്ലെങ്കിൽ ഇത് നമ്മുടെ ധാരണകൾ, എനിക്ക് ഇന്നത് ചെയ്യാൻ പറ്റുള്ളൂ, ഇന്നയാൾക്ക് ഇന്നത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഇത് സെക്ഷുവാലിറ്റിക്ക് പ്രശ്നം ഉണ്ടാക്കുന്ന ഒന്നാണ്. സോ എപ്പോഴും സെക്ഷുവാലിറ്റി ഫസ്റ്റ് വൺ ഇസ് ദ ബോഡി ഇമേജ്. ദെൻ ഹെൽത്തി സെക്ഷുവാലിറ്റി എന്ന് പറഞ്ഞാൽ, ഹെൽത്തി സെക്ഷുവാലിറ്റി എന്ന് എന്താണ് ഹെൽത്തി സെക്ഷുവാലിറ്റി? അപ്പം ഇവിടെ ഒരു സ്ത്രീയുമായിട്ട് നമുക്ക് ഇഷ്ടമാണ്, അല്ലെങ്കിൽ ഒരു കല്യാണം തീരുമാനിച്ചു, വിവാഹത്തിന് മുമ്പ് നമ്മുടെ സ്പൗസ് നമ്മൾ പറയാം, അല്ലെങ്കിൽ നമ്മുടെ പാർട്ട്ണർ, ഗോയിങ് ടു ബി ദ പാർട്ട്ണർ പറയാം, സെക്ഷുവാലിറ്റി വേണം. അപ്പോൾ നമ്മൾ ആദ്യത്തെ കാര്യം നമുക്ക് കുറേ നാളെടുത്തു, ഒരു പുരുഷൻ നമ്മൾ കല്യാണം കഴിക്കുന്ന ആളാണ്, വിവാഹത്തിന് മുമ്പ് സെക്സ് വേണം നമ്മൾ പറയുക. അപ്പം നമ്മുടെ കൾച്ചർ അനുസരിച്ച് വിവാഹത്തിന് മുമ്പ് സെക്സ് എന്ന് പറയുന്നത് തെറ്റായൊരു സംഗതിയാണ്, അത് ശരിയല്ല. അപ്പം ഇവിടെ നമ്മൾ നോ പറയുക, ഇത് പറ്റില്ല, വിവാഹം കഴിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ സെക്ഷൽ റിലേഷൻഷിപ്പ് പറ്റുള്ളൂ. ഇവിടെ ഒരു ഹെൽത്തി റിലേഷൻഷിപ്പ്, സെക്ഷൽ റിലേഷൻഷിപ്പ് ഉണ്ടാകണേ ബോത്ത് മെൻ ആൻഡ് വിമൻ, ആണും പെണ്ണും ഒരേ സഹകരിക്കണം. അപ്പോൾ ഒരു പെണ്ണിൻ്റെയും അനുവാദമില്ലാതെ നമുക്ക് സെക്സ് ചെയ്യാൻ പോയാൽ അത് അൺഹെൽത്തി സെക്ഷുവാലിറ്റിയാണ്. അപ്പം ഹെൽത്തി സെക്ഷുവാലിറ്റി എന്ന് വെച്ചാൽ ബോത്ത് മെൻ ആൻഡ് വിമൻ, ആണും പെണ്ണും പരസ്പരം അംഗീകരിച്ച് മനസ്സിലാക്കി അവർ ചെയ്യണം. അതുപോലെ തന്നെ അവരുടെ ഏജ്, അപ്പം നമ്മുടെ നിയമം അനുസരിച്ച് 18 വയസ്സ് കഴിയണം. ഒരു പെൺകുട്ടിയായിട്ട് 18 വയസ്സ് കഴിഞ്ഞെങ്കിൽ മാത്രമേ അവിടെ സമ്മതത്തോടു കൂടി നമുക്ക് സെക്ഷൽ റിലേഷൻഷിപ്പ് എത്താൻ പറ്റുള്ളൂ. ഇനി വിവാഹമാണെന്നിരിക്കുക, പെൺകുട്ടികൾക്ക്
18 വയസ്സും ആൺകുട്ടികൾക്ക് 21 വയസ്സാണ്. അതിനു മുമ്പ് നമ്മൾ കല്യാണം കഴിച്ചു കൊടുക്കണം. അത് മാരേജ് വാലിഡ് അല്ല. അപ്പം മാരേജ് വാലിഡായി രണ്ടുപേരും തമ്മിൽ പരസ്പരം മനസ്സിലാക്കി രണ്ടുപേരുടെ സമ്മതപ്രകാരം വിവാഹം കഴിച്ചുകൊണ്ട് ഒരു സ്ത്രീയുമായിട്ട് സെക്സ് റിലേഷൻ ഏർപ്പെടാൻ നമുക്ക് പറ്റില്ല. അവരുടെ പെർമിഷൻ കൊണ്ട് പറ്റുള്ളൂ. അപ്പം ഇതെല്ലാം സമൂഹത്തിൻ്റെ നിയമങ്ങളെല്ലാം പാലിച്ച് നമ്മൾ പരിപൂർണമായ നമ്മുടെ നിയമപരമായിട്ടുള്ള നമ്മുടെ വളർച്ചയും കഴിഞ്ഞിട്ട് പരസ്പരം സമ്മതിച്ച് ഉണ്ടാകുന്ന സെക്ഷൽ റിലേഷൻഷിപ്പ് ഇറ്റ് ഇസ് ഫോർ ദ റീപ്രൊഡക്ഷൻ ആകാം, എൻജോയ്മെൻറ്റിന് വേണ്ടിയിട്ടാകാം, വേറൊരു കുട്ടി ഉണ്ടാക്കാം, എൻജോയ്മെൻറ്റിനാകാം, വിത്ത് എ പ്രോപ്പർ വേ. ദാറ്റ് ഇസ് കോൾഡ് ഹെൽത്തി സെക്ഷുവാലിറ്റി. അപ്പോൾ ഈ യൂത്തിന് ഡെവലപ്മെൻറ്റ് പീരീഡ് ഉണ്ട്. ഡെവലപ്മെൻറ്റ് പീരീഡ് എന്ന് നമ്മൾ 3ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. അതിനകത്ത് ആദ്യത്തെ എയർലി യൂത്ത് എന്ന് പറഞ്ഞാൽ 15 വയസ്സ് മുതൽ 19 വയസ്സ് വരെയാണ്. അപ്പോൾ 15 വയസ്സ് മുതൽ 19 വയസ്സ് വരെയാണ് ഒരു കുട്ടിയുടെ ഡെവലപ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ളത് നമ്മൾ എന്തൊക്കെ ചെയ്യണം, ഏതൊക്കെ ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നുള്ള ഒരു തീരുമാനം. അപ്പം നമുക്ക് നമ്മുടെ ഓൺ തീരുമാനമെടുക്കാനായിട്ടുള്ള നമ്മുടെ ഒരു ഏജ്, നമ്മൾ നമ്മുടേതായ സ്വന്തമായ ഒരു ഫിലോസഫി നമ്മൾ ഉണ്ടാക്കിക്കൊണ്ട് വരുന്ന സ്റ്റേജ്, ഇതത് യൂത്ത് ഡെവലപ്മെൻറ്റ് പീരീഡ് എന്ന് പറയുന്നത്. അപ്പോൾ അത് 15 വയസ്സ് മുതൽ 19 വയസ്സ് വരെയാണ്. മിഡ് യൂത്ത് എന്ന് പറഞ്ഞാൽ 20 മുതൽ 28. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് പഠിക്കണം, എന്താകണം, ആരാകണം, നമ്മൾ എങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ് 15 മുതൽ 19 വയസ്സ്. 20 വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ മിഡ് ഏജ് ആയി. അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ ജീവിതത്തെ സീരിയസ് ആയിട്ട് നമ്മൾ കാണും, നമ്മുടെ വിദ്യാഭ്യാസം പൂർത്തിയാകണം, നമുക്കൊരു ഏണിംഗ് മെമ്പർ ആകണം, ഫാമിലിക്കുള്ള ഏണിംഗ് മെമ്പർ ആകണം, നമുക്ക് ഇന്ന രീതിയിൽ അത് വളർന്നു പോകണം, ഇന്ന രീതിയിൽ നമ്മൾ ചെയ്യണം. അപ്പം അതാണ് മിഡ് യൂത്ത് എന്ന് പറയുന്നത്. കുറച്ചും കൂടെ ക്ലാരിറ്റി അതിനകത്തുണ്ടാവും. ലേറ്റ് യൂത്ത് എന്ന് പറഞ്ഞാൽ 29 വയസ്സ് 35 വയസ്സ് വരെയാണ്. ഇവിടെ ഇവരുടെ ചിന്താഗതിക്ക് ഭയങ്കര വ്യത്യാസം. ഇവിടെ ഒരു ഫാമിലി വേണം, കുട്ടികൾ വേണം, കുട്ടികളുമായിട്ട് നമുക്ക് ജീവിതം പങ്കിടണം, പിന്നെ നമ്മുടെ വിദ്യാഭ്യാസം നമ്മൾ ജോലി കിട്ടി, ജോലിയുടെ പ്രമോഷൻ, ഇങ്ങനെ ഒരു പാരലായിട്ട് ലേറ്റ് യൂത്ത് എന്ന് പറയുന്നത്. അപ്പം 24 വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അഡോളസൻസിൽ നമ്മളെ പെടുത്തും, അഡൽട്ടിലേക്ക് നമ്മൾ വരും. അപ്പം 29 വയസ്സ് 35 വയസ്സ് വരെയാണ് ഇയർലി യൂത്ത്. ലേറ്റ് യൂത്ത് ആണെങ്കിൽ പോലും ദാറ്റ് ഇസ് കോൾഡ് നമ്മൾ ഡെവലപ്മെൻറ്റ് സ്റ്റേജ് കഴിഞ്ഞു. ആ ഡെവലപ്മെൻറ്റ് സ്റ്റേജിൽ നമ്മൾ പറയുന്നത് വളരെ പ്രായപൂർത്തിയായി എന്ന് പറയുന്നതാണ്. അഡൽട്ടായി, പൂർണ്ണമായി വളർച്ചയെത്തി. അതാണ് 29 മുതൽ 35 വയസ്സ് വരെ. ഇത് ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് ആണ്. ഡിവിഡൻഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെ നിന്നൊക്കെ വരുന്നു അങ്ങോട്ട് മാറുന്നു. അത് ഓരോ കൾച്ചർ അനുസരിച്ച് എങ്ങനെ യൂത്തിനെ ഡിഫൈൻ ചെയ്യുന്നു, ഏതൊക്കെ രീതിയിൽ ഡെമോഗ്രാഫിക് ഡിഫറൻറ്റ് എന്ന് പറയുന്നത്. പിന്നെ ഗ്ലോബലൈസേഷൻ വന്നു കഴിഞ്ഞപ്പം, ഗ്ലോബലൈസേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വെറുതെ ഗ്ലോബലൈസേഷൻ നമ്മൾ ഇവിടെ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ കാലം മാറി, ഇൻ്റർനാഷണൽ ആഗോളപരമായി നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധങ്ങൾ സ്ഥാപിക്കാനായിട്ട് സാധിച്ചു. പിന്നെ അതിൻ്റെ കൂടാതെ ബിസിനസ്, എക്കണോമി, ഒരു ലോകത്ത് അംഗീകരിക്കുന്ന എക്കണോമിയിലേക്ക് നമ്മൾ മാറുക, സാധനങ്ങൾ അങ്ങോട്ട് കയറ്റി അയക്കുക, ഇവിടെ ആൾക്കാർ വരിക, ഇവിടെ ചേരുക. അപ്പം ഈ ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്നത് യൂത്ത് ഐഡൻറ്റിറ്റിയിലുണ്ടാകുന്ന പ്രശ്നം എന്ന് വെച്ചാൽ ഇവർക്ക് എങ്ങോട്ട് വേണമെങ്കിലും മാറാം, ഇവരുടെ ചിന്താഗതിയിൽ വേണ്ട മാറ്റം വരുത്തുന്നതാണ് ഗ്ലോബലൈസേഷൻ. അപ്പം ഞാൻ എന്താകണം, ആരാകണം, ഏതാകണം നമ്മൾ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്ലോബലൈസേഷൻ വന്നതോടുകൂടി കുറച്ചുകൂടെ ഒരു പരിമിതി വിട്ടുള്ള ചിന്താഗതി ആയതുകൊണ്ട്, കാരണം കൂടുതൽ കാര്യങ്ങൾ അറിയാം നമുക്ക്, ലോകത്ത് നടക്കുന്ന കാര്യങ്ങൾ എങ്ങനെയൊക്കെ, എക്കണോമി എങ്ങനെയാണ്, എന്തൊക്കെ മാറ്റങ്ങളുണ്ട്, എന്തൊക്കെ പഠിക്കാം, എവിടെയൊക്കെ പഠിക്കാം, അതെങ്ങനെയാകണം, നമ്മളിവിടെ നിന്ന് ഡോക്ടറും എഞ്ചിനീയറും എന്നൊക്കെയുള്ള ചിന്താഗതികൾ മാറിയിട്ട് ആഗോളതരമായിട്ട് നമുക്ക് എങ്ങനെയാണ് നമ്മൾ ജീവിക്കേണ്ടത് എന്ന് പറയുന്നത് ഈ ഗ്ലോബലൈസേഷൻ്റെ ഒരു പ്രത്യേകത വേണം. സംഗതി ഫൈനാൻസ് മാത്രമാണെങ്കിൽ പോലും, ഫൈനാൻസ് ആണ് കൂടുതൽ നമ്മൾ ഈ പറയുന്നെങ്കിലും
ഗ്ലോബലൈസേഷനിൽ കച്ചവടം എന്ന് പറയുന്ന വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഭാഗം. കാരണം സംസ്കാരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നത് കച്ചവടക്കാരിലൂടെയാണ്, സാധനത്തിലൂടെയല്ല. നമ്മളിപ്പോൾ ഇവിടുന്ന് കുരുമുളക് കയറ്റി അയക്കുന്നു. അപ്പോൾ കുരുമുളക് കയറ്റി അയക്കാൻ പോകുമ്പോഴത്തേക്ക് 2 രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധങ്ങൾ വരുന്നു. അപ്പോൾ പുതിയ പുതിയ ബന്ധങ്ങൾ, അത് പുതിയ ആൾക്കാരെ തിരിച്ചറിയുന്നു, ഒന്നിച്ചാകുന്നു. അവരുടെ വിഷൻ എന്ന് പറയുന്നത് ഒരു എറണാകുളത്തിരിക്കുന്ന എറണാകുളത്തെ മാത്രമായിരുന്നു വിഷൻ കുറേ നാൾ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ അത് പുറത്ത് പഠിക്കാൻ പോകാനുള്ള സാധ്യതകൾ, പുറത്തുനിന്ന് എഡ്യൂക്കേഷൻ ഇവിടെ വരുന്നത്, മീഡിയ, ഇതെല്ലാം കൂടെ കൊണ്ട് അവരുടെ ഔട്ട്ലുക്ക്, ചിന്താഗതികൾ വളരുന്നു, മാറുന്നു. അപ്പോൾ ഇവൻ്റെ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് ഒരു ചെറിയ സ്ഥലത്ത് നിന്ന് ലോകത്തിലേക്ക് ചിന്തിക്കുന്ന ഒരു ഐഡൻറ്റിറ്റി ആയിരുന്നു. അതാണ് ഗ്ലോബലൈസേഷൻ്റെ ആദ്യത്തെ ഒരു സംഗതി. പിന്നെ ടെക്നോളജി വന്നു. ഒരു ടെക്നോളജി എന്ന് പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റപ്പെടുന്നത്. ഏറ്റവും വലിയ ടെക്നോളജിയിൽ നമ്മളൊന്നാണ് മൊബൈൽ ഫോൺ. അപ്പം മൊബൈൽ ഫോൺ ഉള്ളത് കൊണ്ട് നമ്മൾ നിമിഷ നേരം കൊണ്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കും. അവിടെ വരുന്ന മാറ്റങ്ങൾ എന്താണെന്ന് നമ്മൾ അറിയുന്നു. അമേരിക്കയിൽ നടക്കുന്ന എന്താണ് നമ്മൾ ഇന്ത്യയിൽ അറിയുന്നു, ഇന്ത്യയിൽ നടക്കുന്ന അമേരിക്കയിൽ അറിയുന്നു, ജപ്പാനിൽ നടക്കുന്ന നമ്മൾ അറിയുന്നു, കൊറിയയിൽ നടക്കുന്ന നമ്മൾ അറിയുന്നു, പാകിസ്ഥാനിൽ നമ്മൾ നടക്കുന്ന അറിയുന്നു, തൊട്ടടുത്ത വീട്ടിൽ നടക്കുന്ന കാര്യം നമ്മളൊന്ന് അറിയുന്നു, തിരുവനന്തപുരത്ത് നിൽക്കുന്ന കാര്യങ്ങൾ നിമിഷ നേരം കൊണ്ട് നമ്മൾ കോട്ടയത്ത്, എറണാകുളത്ത് അറിയുന്നു, അല്ലെങ്കിൽ തിരുവനന്തപുരം, കണ്ണൂരും എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കാസർഗോഡ് എന്ന് പറയുന്നത് ഇപ്പം ഞൊടിയിടകളിൽ കൊണ്ട് ബന്ധപ്പെടാൻ പറ്റുന്ന ഒരു ഇത് ടെക്നോളജി. പിന്നെ ട്രാൻസ്പോർട്ടേഷൻ, അപ്പം നമുക്ക് നിമിഷ നേരം കൊണ്ട് പറന്നെത്താൻ പറ്റുന്ന കാര്യങ്ങൾ. പിന്നെ ട്രെയിനിൻ്റെ സൗകര്യങ്ങൾ, യാത്രകൾ, പുതിയ വണ്ടികൾ, പുതിയ മെഷീൻസ്, പുതിയ ചികിത്സാ രീതികൾ. ഇപ്പോൾ നമ്മൾ പറയുന്നത് ഇപ്പം റോബോട്ടിക്കാണ്. റോബോട്ടിക്കിൻ്റെ കാലമാണ്. നമ്മളിപ്പോൾ ട്രീറ്റ്മെൻറ്റ് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ പണ്ട് ആ ഡോക്ടർ നല്ലതായിരുന്നു, അവിടുത്തെ തിയേറ്റർ നല്ലതായിരുന്നു എന്ന് നമ്മൾ ചിന്തിക്കുന്നത് ഇപ്പം ഏറ്റവും നല്ല റോബോട്ടിക് ഉള്ളത് എവിടെയാണ്, ഏത് ഹോസ്പിറ്റലാണെന്ന് ചിന്തിക്കുന്ന അവസ്ഥയിലേക്ക് വന്നു. കുറേ നാളുകൾക്ക് മുമ്പ് ഒരു ഹാർട്ട് അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ മരിക്കുക എന്നുള്ളതായിരുന്നു, കുറേ നാൾ ക്യാൻസർ വന്നാൽ മരിക്കുക എന്നുള്ളതായിരുന്നു. ടെക്നോളജി മാറി, റേഡിയേഷൻ വന്ന് കണ്ടുപിടിച്ചു. റേഡിയേഷൻ ഇപ്പം പിൻ പോയിന്റ്, അതായത് വളരെ പ്രിസൈസ്ലി കറക്റ്റ് പോയിന്റിൽ തന്നെ ചെയ്യുന്ന റേഡിയേഷൻ ഉള്ള എക്യുപ്മെന്റ്സ് വന്നു കഴിഞ്ഞു. ബ്രസ്റ്റ് ക്യാൻസർ കണ്ടുപിടിക്കാൻ പറഞ്ഞു. ഇപ്പം ബ്രസ്റ്റ് ക്യാൻസർ കണ്ടുപിടിക്കാൻ ലേറ്റസ്റ്റ് ടെക്നോളജിയാണ്. മാമോഗ്രമൊക്കെ പോയി, വേറെ പുതിയ പുതിയ ടെക്നോളജി വന്നു കഴിഞ്ഞു. അപ്പോൾ ഈ ടെക്നോളജി വരുമ്പോൾ നമ്മുടെ ആ ഔട്ട്ലുക്ക് നമുക്ക് മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഗ്ലോബലൈസേഷൻ, ടെക്നോളജി ആൻഡ് യൂത്ത്. അപ്പോൾ യൂത്തിൻ്റെ ചിന്താഗതി ടെക്നോളജി ഭയങ്കര ഇൻഫ്ലുവൻസ്. അതിന് മെയിനായിട്ട് യൂത്തിൽ നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു സംഗതി മീഡിയ എന്ന് പറയുന്നത് മൊബൈൽ ഫോൺ തന്നെയാണ്. പിന്നെ വർക്ക് പാറ്റേൺ മാറി. ഇത് വന്നു കഴിഞ്ഞപ്പോൾ വർക്ക് പാറ്റേൺ ഇന്ന ആൾക്കാർക്ക് ഇന്ന വർക്ക് എന്നില്ല. പക്ഷെ നമ്മൾ ഒരു ജോലി സമയം, ജോലി സ്ഥലം എന്ന് പറഞ്ഞ് നമ്മൾ കണ്ടുപിടിച്ചുകൊണ്ടത് രാവിലെ 10 മുതൽ 5 വരെ. ഇതാണ് നമ്മുടെ കോൺസെപ്റ്റിലുള്ള വർക്ക് പാറ്റേൺ. ഒരു ഓഫീസ് പറഞ്ഞാൽ 10 to 5 ആണ്. ഇപ്പം മാറി. ഇപ്പം ഈ ഗ്ലോബലൈസേഷൻ വന്നു കഴിഞ്ഞപ്പോൾ ചിലപ്പോൾ നമ്മൾ ബിസിനസ്, അമേരിക്കയായിട്ട് ഇന്ത്യ ഇരിക്കുന്നവർക്ക് ബിസിനസ് ഉണ്ടെങ്കിൽ നമ്മൾ അമേരിക്കൻ പകൽ സമയത്ത് നമ്മൾ ഇവിടെ വർക്ക് ചെയ്യണം. സെയിം തിരിച്ചങ്ങനെയാണ്. ഇവിടെ ഒരു വർക്ക് നടക്കുന്ന അമേരിക്കയിൽ നിന്ന് ഇന്ന് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർ ഇവിടുത്തെ ഡേ ടൈമിൽ അവിടെ വർക്ക് ചെയ്യണം. അപ്പം വർക്കിംഗ് പാറ്റേൺ മാറി. അപ്പം ടെക്നോളജി മാറി, വർക്കിംഗ് പാറ്റേൺ നമ്മുടെ മാറി. അപ്പം ഒരാൾക്ക് എന്ത് ജോലി ചെയ്യണം, ഏത് തരത്തിലുള്ള ജോലി ചെയ്യണം എന്നുള്ളത് തിരഞ്ഞെടുക്കാൻ നമുക്ക് സ്വാതന്ത്ര്യമായി. അപ്പോൾ ആർക്കും എന്ത് ജോലി ചെയ്യാൻ പറ്റും. ഇത് ഗ്ലോബലൈസേഷൻ്റെ ഒരു ഭാഗമാണ്. അപ്പം വർക്കിൻ്റെ പാറ്റേൺ മാറി, വർക്കിൻ്റെ സിസ്റ്റം മാറി, മറ്റേ ഇത്ര മണിക്കൂർ എന്നുള്ളതിനെ കുറിച്ച് മാറി. പണ്ടൊരു ബാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനേജർ, ക്ലർക്ക്, സബ് സ്റ്റാഫ് ബുക്ക് വെച്ച് എഴുതുന്നു, ആഴ്ചയിലെല്ലാം ഒരു ദിവസം ടാലി ചെയ്തു. അത് ആവശ്യമില്ല. അന്നത്തെ ദിവസം കമ്പ്യൂട്ടർ ചെയ്തോളൂ, നമ്മൾ കമ്പ്യൂട്ടർ കൊടുത്താൽ മതി. അപ്പം കുറേ ആൾക്കാരിരുന്ന് ചെയ്തുകൊണ്ടിരുന്ന സമയത്തേക്ക് ഇപ്പം 1 or 2 പേരിരുന്ന് ബാങ്കിനെ കൈകാര്യം ചെയ്തു തുടങ്ങി. പിന്നെ കമ്മ്യൂണിക്കേഷൻ എല്ലാം നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് പോസ്റ്റ് മുഖാന്തരം അല്ലെങ്കിൽ എഴുതി മാത്രമാണ്. എഴുതിയാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരുന്നത്. ഇപ്പം അവരുടെ ആവശ്യമില്ല. ഇമെയിൽ, വാട്സാപ്പ്, അപ്പോൾ ഇതെല്ലാം വന്നപ്പോൾ വർക്ക് ചേഞ്ചിങ് വർക്ക് ഇത് പാറ്റേൺ മാറി.
ഇത് കൾച്ചർ മാറി, സംസ്കാരം മാറി. അപ്പോൾ സംസ്കാരം എന്ന് പറയുന്നത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻട്രാക്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ഒരു സമയം വന്നു. അപ്പം നമുക്ക് അമേരിക്കയിലുള്ള സംസ്കാരം എന്താണ്, ഹിന്ദുവിനൊരു സംസ്കാരമുണ്ട്, മുസ്ലിംസിന് ഒരു സംസ്കാരമുണ്ട്. ഇപ്പം അങ്ങനെയൊക്കെ നമ്മൾ പറയുമ്പോൾ ഇപ്പം ആഗോള തലത്തിൽ ഒരേ ഒരു യൂത്തിന് എന്താണ് എന്നുള്ളതാണ്. അപ്പം ആ കൾച്ചറിന് നമുക്ക് വ്യത്യാസങ്ങൾ വന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഈ ഗ്ലോബലൈസേഷൻ്റെ ഗുണമാണ് നമ്മുടെ ഐഡന്റിറ്റി നമുക്ക് മാറി. അപ്പം ജെൻഡർ ഐഡന്റിറ്റി മറ്റേന്ന് പറഞ്ഞാൽ നമ്മൾ സ്ത്രീയും പുരുഷനും വിവാഹം കഴിക്കാമെന്നുള്ളതായിരുന്നു. ഇപ്പം പുരുഷനും വിവാഹം കഴിക്കാം, ഇപ്പം സ്ത്രീക്കും വിവാഹം കഴിക്കാം. കോൺസെപ്റ്റ് മാറുകയാണ്. ട്രാൻസ്ജെൻഡേഴ്സ് എന്ന് പറയുന്ന ഗ്രൂപ്പുണ്ട്, അവരെ നമ്മൾ അംഗീകരിച്ചു തുടങ്ങി. അപ്പം ഈ ഐഡന്റിറ്റി ഗ്ലോബലൈസേഷൻ വന്നുകൊണ്ടുള്ള ഗുണമെന്ന് ആഗോളതല രീതിയിൽ ഒരു വലിയ ക്യാൻവാസിൽ നമ്മൾ ലോകത്തെ, നമ്മുടെ ജീവിതത്തെ കാണാൻ സാധിച്ചു. ദെൻ എന്തൊക്കെ പ്രശ്നങ്ങളാണ് നമ്മൾ കൂടുതലും ഈ യൂത്തിൻ്റെ സമയത്ത്? അഗ്രഷൻ ആൻഡ് വയലൻസ്. അപ്പം അഗ്രഷനും വയലൻസും ആണ് നമ്മൾ ഇവിടുത്തെ കാണുന്ന ഒരു പ്രശ്നം. അഗ്രഷൻ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ ഹാം ചെയ്യത്തക്കവണ്ണം അവർക്ക് വേദന ഉണ്ടാകത്ത, അവർക്ക് മുറിവുണ്ടാകത്തക്കവണ്ണം, അവർക്ക് വേദന ഉണ്ടാകത്തക്കവണ്ണം. അപ്പം ഈ അഗ്രഷൻ എന്ന് പറയുന്നതും വയലൻസ് എന്ന് പറയുന്നതും ഫിസിക്കലി മാത്രമല്ല വെർബലി ആകാം. ഒരാളെ പോയി അടിച്ചാൽ അത് അഗ്രഷനാണ്. അതേസമയം വാക്കുകൊണ്ട് വേദനിപ്പിച്ചാലും അത് അഗ്രഷനാണ്. അപ്പോൾ അയാൾക്ക് ഹാം വരിക എങ്ങനെ? സാമ്പത്തികമാകാം, മാനസികമാകാം, ശാരീരികമാകാം. അങ്ങനെ ഒരാളെ ഇൻറ്റൻഷനോട് കൂടി അയാൾക്ക് എന്തെങ്കിലും നഷ്ടം വരുത്തണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി നമ്മൾ എന്തെങ്കിലും ചെയ്ത് അതാണ് നമ്മൾ ഹാം എന്ന് പറയുന്നത്. അപ്പം ഇത് അഗ്രഷൻ. ഈ അഗ്രഷൻ എന്ന് പറയുമ്പം ഞാനിപ്പോൾ ഇവിടുന്ന് ഒരാളെ കല്ലെടുത്തെറിഞ്ഞു, ആ കല്ലെടുത്തെറിയുന്നത് അഗ്രഷനാണ്. അതേസമയം ഞാൻ കളിച്ചുകൊണ്ടിരിക്കുമ്പം ഞാൻ കളിച്ചുകൊണ്ടിരുന്ന എൻ്റെ കളിപ്പാട്ടം എന്തെങ്കിലും താഴോട്ട് വീഴുക, അതല്ലെങ്കിൽ ഞാൻ ചെയ്തു വരുന്ന എന്തെങ്കിലും സംഗതികൾ എൻ്റെ കയ്യിൽ നിന്ന് താഴെ പോവുക, അല്ലെങ്കിൽ ഞാൻ ഫുട്ബോൾ അടിച്ചിട്ട് ഒരാളെ ദേഹത്ത് കൊള്ളുക, ഇത് അഗ്രഷനാണ്. ഇറ്റ്സ് ആൻ ആക്സിഡൻറ്റ്. അപ്പം അഗ്രഷനും ആക്സിഡൻറ്റും തമ്മിൽ, അതായത് ഒരാളെ മനഃപൂർവ്വം ചെയ്യണം എന്ന് പറഞ്ഞാൽ ചെയ്യുന്നതാണെങ്കിൽ അത് അഗ്രഷനാണ്. ഞാൻ കളിച്ചുകൊണ്ടിരിക്കുമ്പം എൻ്റെ കാലിൽ നിന്ന് ഫുട്ബോൾ തെറ്റി വേറെ ആളുടെ ദേഹത്ത് കൊണ്ടാൽ അത് അഗ്രഷനാണ്, ആക്സിഡൻറ്റ്. അതേസമയം ഞാൻ ഇവിടുന്ന് ഫുട്ബോൾ കളിക്കുമ്പോൾ അയാളുടെ ദേഹത്ത് കൊള്ളണമെന്നും അയാൾക്ക് വേദന എടുക്കണമെന്നും അയാൾക്കത് ഹാം ഉണ്ടാക്കണം എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് കോൾഡ് അഗ്രഷൻ. എപ്പോഴും ഇത് മനസ്സിലാക്കണം. ഒരേ കോണ്ടസ്റ്റിലാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ കാലിൽ നിന്ന് പന്ത് തെറ്റി വാങ്ങി, അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന കാര്യം തെറ്റി വേറെ ശരീരത്തിൽ കൊണ്ടാൽ അത് അഗ്രഷനല്ല, ദാറ്റ് ഈസ് ആൻ ആക്സിഡൻറ്റ്. അതേസമയം ഞാൻ ഇൻറ്റൻഷനലി അതേ ഫുട്ബോൾ തന്നെ അടിക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് അഗ്രഷൻ. അപ്പം പ്രിപ്പറേഷൻ ചെയ്യുന്ന ആരൊക്കെയാണോ അയാൾക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാർക്ക് വേദന ഉണ്ടാക്കണം, അത് എന്തെങ്കിലും ഉപദ്രവം ഉണ്ടാക്കണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ദാറ്റ്സ് അഗ്രഷൻ ആയിരുന്നു. അപ്പം ഇങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് നമുക്കത് വരുമ്പം, ഇപ്പം നമ്മൾ ചെയ്യുമ്പോൾ ആരാണോ അവിടെ നിൽക്കുന്നത് അയാൾ അതിൽ നിന്ന് ഒഴിവാകാൻ ശ്രമിക്കുകയും കൂടി ചെയ്യും. നിങ്ങൾ ഒരു ഫുട്ബോൾ കളിക്കുമ്പോഴത്തേക്ക് ഒരു ആക്സിഡൻ്റ് ആയിട്ട് എൻ്റെ ദേഹത്ത് വെച്ചിട്ട് ഞാൻ ഒഴിഞ്ഞു മാറുകയല്ല. അതേസമയം അത് അടിച്ച് നിങ്ങൾ എൻ്റെ ദേഹത്ത് കൊള്ളിക്കും എന്നെനിക്ക് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ മാറി നിൽക്കും. അപ്പം എനിക്കുണ്ടാകുന്ന വേദനയോ മുറിവുകളോ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞാൻ മാറി നിൽക്കുന്നുണ്ടെങ്കിൽ അത് അഗ്രഷൻ്റെ ഭാഗമാണ്. അപ്പോൾ അതെനിക്ക് വേദന എടുക്കുമെന്ന് ഞാൻ മാറണമെന്ന് നമ്മൾ വിചാരിക്കണം. എന്തൊക്കെയാണ് നമുക്ക് തിയറീസ് ഉള്ളത്? അഗ്രഷൻ്റെ തിയറി, ബയോളജിക്കൽ തിയറിയാണ് ആദ്യത്തെ. ബയോളജിക്കൽ, അതായത് ഒരാളുടെ ശാരീരികമായ പ്രകൃതി അനുസരിച്ച് അതെല്ലാം നമ്മൾ ഉണ്ടാക്കാൻ പോവാണ്, ഉപദ്രവിക്കാൻ വേണ്ടി പോവാണ്. അല്ലെങ്കിൽ നമ്മൾ ജനറ്റിക്കൽ ഫാക്ടർ വെച്ചിട്ട് നമ്മുടെ ശരീരത്തിലെ എല്ലാ ഹോർമോൺസ്, ചില ന്യൂറോൺസ്. അപ്പം എപ്പോഴും നമ്മൾ വേറൊരാളെ ഉപദ്രവിക്കാനായിട്ടുള്ള നമ്മളെ ടെൻഡൻസി ബയോളജിക്കൽ പെർസ്പെക്റ്റീവാണ്. എന്തെങ്കിലും ബയോളജിക്കലായിട്ടുള്ള പ്രോബ്ലം ഉണ്ടെങ്കിൽ
ചിലപ്പം ഹോർമോണിൽ ചേഞ്ചസ് ആകാം, ചിലപ്പോൾ നമ്മുടെ ആഹാര രീതികൾ കൊണ്ട് ശരീരത്തിനുണ്ടായ വ്യത്യാസങ്ങളാകാം, ചിലപ്പോൾ നമ്മുടെ ഡിപ്രഷൻ പോലെയുള്ള ആകാം. ഇങ്ങനെ നമുക്ക് വിഷമം വരുന്ന സമയത്ത് ആണ് നമ്മൾ അഗ്രഷൻ ഉണ്ടാകുന്നത്. ദ ഡ്രൈവ് തിയറീസ് ഓഫ് അഗ്രഷൻ. എന്ത് ഡ്രൈവ്? ഏതെങ്കിലും പ്രത്യേക സാഹചര്യത്തിൽ ഇങ്ങനെ ചെയ്യാൻ വേണ്ടി നമുക്ക് തോന്നലുണ്ടാകാം. അത് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് നമുക്കുണ്ടാകും. അപ്പം ഒരാളെ ഞാൻ കണ്ടു, എനിക്ക് അഗ്രഷൻ വന്നു, ഞാൻ അയാൾക്ക് ദേഷ്യം വന്നു, അയാളെ ഞാൻ ഉപദ്രവിക്കാൻ. അപ്പം ഇതൊരു ഡ്രൈവാണ്. കാരണം എന്താ വെച്ചാൽ എൻ്റെ മനസ്സിൽ എൻ്റെ അറ്റൻഷൻ കുറയ്ക്കാൻ വേണ്ടി ഞാൻ അയാളുമായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകണമാണ്. ദെൻ മോഡേൺ തിയറീസ്, പല തിയറികളുമുണ്ട്, മോഡേൺ തിയറികളുണ്ട്. അപ്പം മോഡേൺ തിയറി ഓഫ് അഗ്രഷൻ പല തിയറി. ഡ്രൈവ് തിയറി കഴിഞ്ഞാൽ മോഡേൺ തിയറി പറയുന്നത് ഒരു ഫാക്ടർ മാത്രമല്ല, മേ ബി ഇത് ഫ്രസ്ട്രേഷൻ ആകാം, ഒരാളുടെ എമോഷണൽ പ്രശ്നങ്ങളാകാം, പിന്നെ ചില സമയത്ത് അങ്ങനെ ഉണ്ടാകുന്നതാണ് എന്നൊക്കെയുള്ളതാണ് ഈ മോഡേൺ തിയറീസ് ഓഫ് അഗ്രഷൻ എന്നിരിക്കുന്നത്. പിന്നെ നമുക്ക് സോഷ്യൽ ലേണിംഗ് തിയറിയാണ്, ജനറൽ അഗ്രഷൻ മോഡലാണ്. പിന്നെ സോഷ്യൽ ലേണിംഗ് തിയറിയാണ്. അതായത് നമ്മൾ ഇത് പഠിക്കുക, സമൂഹത്തെ കണ്ട് പഠിക്കുക. ഏതെങ്കിലും പർട്ടിക്കുലർ സമൂഹത്തിൽ പർട്ടിക്കുലർ റിലീജിയനിലാണെങ്കിൽ ചിലപ്പം അടിയും വഴക്കും ഒക്കെ ഉണ്ടാകുന്നത് നമുക്കുണ്ടാകും. അപ്പം ഈ ഒരു ബഹളം എന്ന് പറയുന്നത് മോഡേൺ തിയറി ബേസ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല, പക്ഷേ ഏതെങ്കിലും ഫിസിക്കലി ഓർ സൈക്കോളജിക്കൽ പ്രോബ്ലം ആകാം. പിന്നെ ജനറൽ അഗ്രഷൻ മോഡൽ. അപ്പം നമ്മൾ ജനറൽ അഗ്രഷൻ മോഡൽ എന്താണ്? ഒരാൾ വഴക്കുണ്ടാക്കാനുള്ളത് എങ്ങനെയാണ് എന്നല്ല, ഒന്നെങ്കിൽ അയാൾക്ക് കിട്ടുന്ന ഇൻപുട്ട് സിറ്റുവേഷൻസ് ആകാം, ചിലപ്പം വേറെ ആൾ തിരിച്ചെന്ന് എങ്ങനെയാണ് പറയുന്നതെന്നുള്ളതിനെ കുറിച്ച് നമുക്കാകാം, അല്ലെങ്കിൽ നമ്മുടെ സാഹചര്യങ്ങൾ കൊണ്ട് നമുക്ക് ആകാം. സോ ഇതാണ് ജനറൽ അഗ്രഷൻ തിയറി എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് ഒരു അഗ്രഷൻ ഉണ്ടാകാനുള്ള കാരണങ്ങൾ? ഒന്ന് പേഴ്സണൽ ഫാക്ടേഴ്സാണ്, ഒരു വ്യക്തിക്ക് ഉണ്ടാകുന്ന സംഗതികൾ. ചിലപ്പം ഇൽനെസ് ആയിരിക്കാം, ചിലപ്പം വേറെ എന്തെങ്കിലും ഉണ്ടായതാകാം, ചിലപ്പോൾ സാമ്പത്തികമായ നഷ്ടമാകാം, ചിലപ്പോൾ എന്തെങ്കിലും സംഗതി കാണാൻ സാധിക്കാത്തതാകാം, നമ്മുടെ ശരീരത്തിൻ്റെ പ്രശ്നങ്ങളാകാം, നമുക്കെന്നാൽ ഡിപ്രഷൻ ആകാം, ഹെൽത്ത് പ്രോബ്ലം ആകാം. പേഴ്സണൽ ഫാക്ടേഴ്സ്. ജെൻഡർ ഡിഫറൻസ്. സാധാരണ ജെൻഡർ ഡിഫറൻസ് പറഞ്ഞാൽ സ്ത്രീകൾ പൊതുവെ വഴക്കുണ്ടാക്കുന്നവരല്ല എന്നുള്ളതാണ് ഒരു ധാരണ. പുരുഷന്മാരാണ് കൂടുതൽ ഉണ്ടാക്കുന്നത്. അപ്പോൾ ശരിയോ തെറ്റോ എന്നുള്ളതിനെ കുറിച്ച് അറിയില്ല. ബേസിക്കലി ഇത് നമ്മളൊരു ജെൻഡർ ഉണ്ടാകുമ്പോൾ പെണ്ണങ്ങനെ ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാൻ പാടുള്ളൂ. അപ്പം ഇതിനകത്ത് പേഴ്സണൽ ഫാക്ടേഴ്സിനകത്ത് ആദ്യത്തെ നമ്മൾ ജെൻഡർ ഡിഫറൻസ്, ആണും പെണ്ണും തമ്മിലുള്ള വ്യത്യാസങ്ങളാണ്. അപ്പം ഇപ്പോഴത്തെ സിസ്റ്റം മാറി, ഇപ്പം അതിന് വ്യത്യാസം ഉണ്ട്. അതിപ്പം ആണും പെണ്ണും തമ്മിലുള്ള വ്യത്യാസമില്ല എങ്കിലും പൊതുവേ നമ്മൾ പറയുന്നത് ജെൻഡർ ഡിഫറൻസ് അഗ്രഷന് ഒരു ഭാഗമാണ്. 10% ഒരാളുടെ വ്യക്തിത്വം, അയാളെ വളർത്തിക്കൊണ്ടിരുന്ന സാഹചര്യങ്ങൾ, അയാളെ വളർന്നു വന്ന സാഹചര്യങ്ങൾ, ചിലപ്പോൾ അയാളെടുക്കുന്ന തീരുമാനങ്ങൾ. ഒരു ഉദാഹരണത്തിന് എൻ്റെ തൊട്ട അടുക്കലൊരു സംഗതി നടക്കുന്നുണ്ട്, വീടിന് തൊട്ടപ്പുറേ നടക്കുന്നുണ്ടെങ്കിൽ, അവരൊച്ച വെക്കുന്നുണ്ടെങ്കിൽ എനിക്ക് ദേഷ്യം വരാം. അപ്പം ഇതെൻ്റെ പേഴ്സണാലിറ്റിയെ ബേസ് ചെയ്തിട്ടാണ്. അപ്പം ഞാൻ കുറച്ച് റാഷണലായിട്ട് നിൽക്കുക, അവിടെ നിന്ന് കുറച്ച് നേരത്തേക്കല്ലേ ഉള്ളൂ, നാളെ ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഗസ്റ്റ് വന്നായിരിക്കും, അങ്ങനെ വരാം. അപ്പം ഇത് ഡിപ്പെൻഡ്സ് ഓൺ യുവർ പേഴ്സണാലിറ്റി, വ്യക്തിത്വമാണ്. അപ്പം പിന്നെ വളർത്തിക്കൊണ്ടുവന്ന സാഹചര്യങ്ങൾ, പിന്നെ ഓരോ സാധന പെർസ്പെക്റ്റീവ്സ്. അപ്പം ഒരു അഗ്രഷൻ ഉണ്ടാകുന്ന ഒന്ന് പേഴ്സണൽ ഫാക്ടർ, ജെൻഡർ ഡിഫറൻസ്, പേഴ്സണാലിറ്റി. ദെൻ ആൽക്കഹോൾ യൂസ്. മദ്യപിക്കുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് ദേഷ്യം വരാം, ഒരു പ്രശ്നങ്ങൾ ഉണ്ടാക്കാം, വഴക്കുണ്ടാക്കാം, ബഹളം ഉണ്ടാക്കാം. ഇൻടോക്സിക്കേഷൻ കൊണ്ടാണ്. പിന്നെ സോഷ്യൽ കൾച്ചറൽ ഫാക്ടേഴ്സാണ്. സോഷ്യൽ കൾച്ചറൽ ഫാക്ടേഴ്സ് ആദ്യം പാരൻറ്റിങ് ആൻഡ് ഫാമിലി പ്രാക്ടീസാണ്. ഇപ്പം നമ്മൾ ചില വീടുകളിൽ പറയും വഴക്കുണ്ടാക്കാൻ പാടില്ല, ചില തെറ്റല്ല, അതങ്ങനെ തെറ്റാണ്, അതങ്ങനെ ചെയ്യാൻ പാടില്ല. അപ്പം പാരൻറ്റിങ് എന്ന് പറഞ്ഞാൽ അച്ഛനും അമ്മയും നല്ല മാനസികാവസ്ഥ, അവർ തമ്മിൽ വഴക്കുണ്ടാകുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ വയലൻസ് ചെയ്യും.
പലപ്പോഴും അച്ഛൻ ഇറങ്ങിയിട്ട് നിന്നെ കൊണ്ട് എൻ്റെ ജീവിതം മടുത്തു, അല്ല അമ്മ പറയും നിങ്ങൾ എന്നെ എല്ലാ കാലത്തും ഉപദ്രവിക്കുകയാണ്. ചിലപ്പോൾ അന്നേ ഉപദ്രവിച്ചിട്ടുണ്ടാവും, നിങ്ങൾ എന്നെ പീഡിപ്പിക്കുകയാണ്. എന്നിട്ട് ഇത് കഴിഞ്ഞിട്ട് മക്കളെ നമ്മളെങ്ങനെ വളർത്തുന്നു? അപ്പോൾ പാരൻറ്റിങ്ങിലും ഉണ്ട്, ഫാമിലി പ്രാക്ടീസും ഉണ്ട്. ഈ ഫാമിലി വഴക്കുണ്ടാക്കുകയാണെങ്കിൽ കുട്ടികൾ പുറത്തിറങ്ങി വഴക്കുണ്ടാക്കാനുള്ള സാധ്യത, അച്ഛനും അമ്മയും തമ്മിൽ വഴക്കുണ്ടാക്കി അത് ഘർഷണങ്ങളുടെ സാധ്യതയുണ്ട്. പിന്നെ പിയർ റിലേഷൻഷിപ്പ്, കൂട്ടുകാരുമായിട്ടുണ്ട്. അപ്പം പലപ്പോഴും കൂട്ടുകാരുടെ എമോഷൻസ് എന്ന് പറയുന്നത് നമ്മളെ ബാധിക്കും, നമ്മൾ അങ്ങോട്ടുള്ള. അപ്പം കൂടുതൽ വഴക്കുണ്ടാക്കുന്ന ആൾക്കാരെ കുറിച്ച്, അല്ലെങ്കിൽ നിയമത്തെ പേടിയില്ലാത്ത ആൾക്കാർ. അപ്പം ആ റിലേഷൻഷിപ്പ് നമ്മളെ ദേഷ്യം ഉണ്ടാക്കാം. പ്രൊവക്കേഷൻ, ചിലരുണ്ട് എന്തെങ്കിലും പ്രൊവോക്ക് ചെയ്യുന്ന സിറ്റുവേഷൻസ് ഉണ്ടാക്കും, എന്നിട്ട് നമ്മളെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ചിലപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെ പറയാം, ചിലപ്പോൾ പഠിക്കുന്ന കാര്യത്തിൽ വരും, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും പരാജയം പറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മൾ കളിയാക്കിക്കൊണ്ടിരിക്കുന്നതായിരിക്കാം. അങ്ങനെ ഒരു പ്രൊവോക്കേഷൻ ഉണ്ടാക്കി നമ്മൾ അഗ്രഷൻ ഉണ്ടാവും. ദെൻ ഫ്രസ്ട്രേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലോക്കിംഗ് ഓഫ് ദ ഗോൾസ് ആണ്. ബ്ലോക്കിംഗ് ഓഫ് ദ ഗോൾസ് ലീഡ്സ് ടു ഫ്രസ്ട്രേഷൻ. എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ നമ്മൾ തീരുമാനിച്ച് ഇരിക്കുമ്പോൾ, ഇറങ്ങുമ്പോൾ അതിനൊരു തടസ്സം വരിക. ചിലപ്പോൾ നമ്മൾ പെട്ടെന്നൊരു ബ്ലോക്കിൽ പോയി പെടുക. ആ ബ്ലോക്കിൽ പോയി പെടുമ്പോൾ നമുക്ക് ഫ്രസ്ട്രേഷൻ ഉണ്ടാവും. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ സമയത്തോടത്ത് എത്താമെന്ന് പറയുന്നതാണ്. അപ്പം നമുക്ക് എന്തെങ്കിലും ഒരു സംഗതികളുണ്ടാകുക. പിന്നെ ശബ്ദം ഉണ്ടാകുന്ന, ശബ്ദം എന്ന് പറയുന്നത്, അതായത് ഒരു പരിധിക്കപ്പുറം ശബ്ദം, ഇതിനകത്തില്ല, പരിധിക്കപ്പുറം ശബ്ദം നമുക്ക് ദേഷ്യം ഉണ്ടാക്കാം. ഒരു പരിധിക്ക് താഴെയുള്ള ശബ്ദം നമുക്ക് ദേഷ്യം ഉണ്ടാക്കാം. ഞാൻ നിങ്ങളോട് പറയുമ്പോൾ ഞാൻ നിങ്ങളോട് പറയുകയും നിങ്ങൾ കേൾക്കാതിരിക്കുകയും ചെയ്യാം. അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യും? കേൾക്കാതിരിക്കുക അത്ര സ്ലോയി പറയുക. നമ്മൾ പറയുന്നുണ്ടെന്ന് വേണം അവർ കേൾക്കണ്ട എന്ന് പറയാം. നമുക്ക് ദേഷ്യം വരുന്ന പൊട്ടിത്തെറിക്കാം. അതുപോലെ നമുക്ക് വേണ്ടത് കൂടുതൽ ശബ്ദം അപ്പം നമുക്ക് വരാം. പിന്നെ സോഷ്യൽ എക്സ്ക്ലൂഷൻ, നമ്മൾ ഒഴിവാക്കുക. ഏതെങ്കിലും കാര്യത്തിൽ നമ്മളെ മറ്റുള്ളവരിൽ നിന്ന് നമ്മൾ ഒഴിവാക്കി നമ്മൾ ഒറ്റപ്പെട്ടു പോകുമ്പം സോഷ്യൽ എക്സ്ക്ലൂഷൻ ഉണ്ടാകും. ദെൻ യു ആർ ഗെറ്റിംഗ് ആങ്കർ, ദേഷ്യം ഉണ്ടാകും, അഗ്രഷൻ ഉണ്ടാകും. ദെൻ മീഡിയയ്ക്ക് നല്ലൊരു ഇൻഫ്ലുവൻസ്. കാരണം എപ്പോഴും വയലൻസിൻ്റെ കഥകളും കാര്യങ്ങളും ചെയ്ത കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് അതുണ്ടാക്കാം. പിന്നെ ചില സീരിയലുകളാണെങ്കിലും ചില സിനിമകളാണെങ്കിലും രണ്ട് മീഡിയം, പ്രിൻ്റ് ആൻഡ് വിഷ്വൽ മീഡിയ ഉണ്ട്. വിഷ്വൽ മീഡിയയിലൊക്കെ വരുന്ന ചില കഥകൾ, ചില സീരിയലുകൾ ഉണ്ടാക്കാം. അതല്ലെങ്കിൽ വയലൻസ് ഉണ്ടാകുന്ന കാര്യങ്ങൾ അതിനകത്ത് വരുന്നതാണ്. അപ്പോൾ നമ്മുടെ ആറ്റിറ്റ്യൂഡ് ഒരു പ്രത്യേക കൾച്ചറോട് നമുക്ക് മാറിയാൽ നമുക്കത് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. അപ്പോൾ ഫ്രസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ മീഡിയയ്ക്ക് ഒരു ഇതുണ്ട്. ദെൻ കൾച്ചറൽ പ്രാക്ടീസ്. അപ്പം കൾച്ചറൽ പ്രാക്ടീസ് വെച്ച് കഴിഞ്ഞാൽ ചില സംസ്കാരങ്ങൾ, ചില ആൾക്കാരുമായിട്ട്, ചില ജാതികളുമായിട്ട്, ചില മതങ്ങളുമായിട്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാകുമ്പോൾ ആകാം. ചില ഏരിയകളിൽ ചില പർട്ടിക്കുലർ ആൾക്കാരെ കയറ്റാതെ നമ്മൾ വരിക, ചില ആൾക്കാർ അവർ സഹകരിക്കാതെ വരിക, അവരെ സമൂഹത്തിൽ നിന്ന് ഒഴിച്ചു നിർത്തുക. ഇങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് കൾച്ചറൽ പ്രാക്ടീസായി. പിന്നെ സിറ്റുവേഷൻ ഫാക്ടേഴ്സ്. സിറ്റുവേഷൻ എന്ന് വെച്ചാൽ പല രീതിയിലുണ്ട്. സിറ്റുവേഷൻ പറയാം. നമ്മൾ വളരെ ഡിപ്രഷനായിട്ടിരിക്കുന്ന സമയത്ത് നമുക്കൊരു ഉണ്ടാകാം. ചിലപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ ഹറിബറിയായിട്ട് നമ്മൾ പോകുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ നമുക്കുണ്ടാകാം. പിന്നെ നമ്മളെ സാഹചര്യങ്ങളനുസരിച്ച് നമ്മളോട് പെരുമാറുന്നത് നമുക്ക് ആകാം. അപ്പം ഇതൊക്കെ അഗ്രഷനുള്ള വേറെ കാര്യങ്ങളാണ്. എങ്ങനെയാണ് നമുക്ക് അഗ്രഷനെ നമുക്ക് എങ്ങനെ കൈകാര്യം ചെയ്യാം? അപ്പോൾ ആദ്യത്തെ കാര്യം നമ്മൾ നോക്കുക, ഈ അഗ്രഷൻ എന്ന് പറയുന്ന അൺഇൻറ്റൻഷൻ ഇഞ്ചറീസും വയലൻസ്, അതായത് ബിഹേവിയേഴ്സ്, അൺഇൻറ്റൻഷണൽ ബിഹേവിയർ. നമ്മൾ ഒരാളെ ഉപദ്രവിക്കണമെന്ന് വെച്ചുകൊണ്ടല്ലാതെ നമ്മൾ ചിലപ്പോൾ ചെയ്യുമ്പോൾ അത് വയലൻസിലേക്ക് നമുക്ക് കിടക്കാം. അപ്പോൾ ചില സമയത്ത് നമുക്ക് അസുഖങ്ങൾ, ഇപ്പം ചില റിലേറ്റഡ് ടു അൺഇൻറ്റൻറ്റഡ് പ്രഗ്നൻസി, വിചാരിക്കാത്ത നമ്മൾ ഇഷ്ടപ്പെടാതെ നമുക്ക് പ്രഗ്നൻസി ഉണ്ടാകുക. ചിലപ്പോൾ സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് നമുക്ക് വരിക, HIV പോലുള്ളത് വരിക. ഇങ്ങനെയുള്ള ആൾക്കാർക്ക് നമ്മൾ വയലൻസ് ചെയ്യാൻ പറ്റും. ദെൻ ആൽക്കഹോൾ ആൻഡ് അതർ ഡ്രഗ് യൂസ്, ചില മെഡിസിൻസ് പെട്ടെന്ന് ദേഷ്യം ഉണ്ടാക്കും. ആൽക്കഹോൾ ചിലപ്പോൾ വിഡ്രോവലിൽ നമുക്ക് ദേഷ്യങ്ങളുണ്ട്. ടൊബാക്കോ യൂസ്, ഉപയോഗം കുറയ്ക്കുക. അപ്പം നമ്മളിതൊക്കെ ചെയ്യുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ ഓരോ കാര്യത്തിൽ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും. ഇതിനകത്ത് കറക്ഷൻസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് അഗ്രഷൻ ഒഴിവാക്കാം. ദെൻ അൺഹെൽത്തി ഡയറ്ററി ബിഹേവിയേഴ്സ്,
അപ്പം ഒരു അൺഇൻറ്റൻഷനൽ ആയിട്ടുള്ള ബിഹേവിയർ, നമ്മുടെ ബിഹേവിയേഴ്സിനെ നമ്മൾ മനസ്സിലാക്കി അതിനെ നമ്മൾ കറക്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ സെക്ഷൽ ബിഹേവിയർ ട്രാൻസ്മിറ്റഡ് ഡിസീസ് ഒക്കെ ഉണ്ടാകാൻ പറ്റുന്നതിനെ മാറ്റുക. ആൽക്കഹോളും അതർ ഡ്രഗ് അബ്യൂസും നമ്മൾ കൺട്രോൾ ചെയ്യുക. ടൊബാക്കോ യൂസ്, കുർക്കാൻ, പാൻ പരാഗ്, സിഗരറ്റ്, ബീഡി അങ്ങനെയുള്ളവ. അൺഹെൽത്തി ഡയറ്ററി ബിഹേവിയർ. അൺഹെൽത്തി ഡയറ്ററി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ജങ്ക് ഫുഡുകൾ, പിന്നെ നോൺ വെജിറ്റേറിയൻ ഫുഡുകൾ. അത് പണ്ടൊക്കെ ആഫ്രിക്കയിലൊക്കെ ഇട്ടുണ്ട്. ആഫ്രിക്കയിലൊക്കെ ക്രിമിനൽസിനെ പിടിക്കാനൊക്കെ നോൺ വെജിറ്റേറിയൻ കൊടുക്കുകയാണ്. പിന്നെ അൺടൈംലി ഫുഡ്, തോന്നുന്ന സമയത്ത് രാവിലെ കഴിക്കുക, ഉച്ചയ്ക്ക് കഴിക്കുക, ഇടയ്ക്ക് വൈകിട്ട് കഴിക്കണം. കൂടുതൽ നമുക്ക് എനർജി ഉണ്ടാകുന്നതാണ്. ചില ഫുഡുകൾ നമ്മളെ വയലൻ്റ് ആക്കുന്ന ഫുഡുകളാണ്. പിന്നെ ഫിസിക്കൽ ആക്ടിവിറ്റി ഇല്ലായിരിക്കും. ഫിസിക്കൽ ആക്ടിവിറ്റി ഇല്ലാതിരുന്ന് കഴിയുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ എനർജി കൂടും, നമുക്ക് അഗ്രഷൻ ഉണ്ടാകും. അപ്പോൾ ഫിസിക്കൽ ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ പ്രോപ്പർ ഡയറ്റ്, പ്രോപ്പർ എക്സസൈസ്, പ്രോപ്പർ സ്ലീപ്പ്, പ്രോപ്പർ റീഡിങ്, പ്രോപ്പർ സോഷ്യലൈസേഷൻ, പ്രോപ്പർ ഫ്രണ്ട്ഷിപ്പ്, പ്രോപ്പർ ടൈം മാനേജ്മെൻറ്റ്. ഇതെല്ലാം നമുക്ക് അഗ്രഷനെ നമ്മൾ കുറയ്ക്കാനായിരിക്കും. സമയം വേണ്ട രീതിയിൽ ഉപയോഗിക്കുക, ആവശ്യത്തിന് ഉപയോഗിക്കുക, എപ്പോഴും എൻഗേജ് ആയിരിക്കുക, മാനസിക നല്ല നമ്മൾ സംതൃപ്തരാക്കി വെച്ചുകൊണ്ടിരിക്കുക. സോ ദാറ്റ് ഇസ് എ വേ വി കൻ ഡീൽ. ദെൻ പനിഷ്മെൻ്റ് ആകാം. ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ ദർ ഇസ് പനിഷ്മെൻറ്റ്. എന്തെങ്കിലും തെറ്റുകൾ ചെയ്യുമ്പോൾ നമ്മൾ അതിന് തക്കതായ പനിഷ്മെൻറ്റ്, എന്തെങ്കിലും നമുക്ക് ഒരു പനിഷ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ വയലൻസ് നമുക്ക് കുറയ്ക്കാം. ദെൻ അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ സാഹചര്യങ്ങൾ വരുമ്പോൾ എങ്ങനെയാണ് ആ സാഹചര്യങ്ങൾ എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് അതിനെ നമ്മൾ കൈകാര്യം ചെയ്യാനായിട്ട് നമ്മൾ പഠിപ്പിക്കുക. അപ്പം മീഡിയ ഇതെല്ലാം കൂടെയാണ് നമുക്ക് ഈ പ്രശ്നം ഉണ്ടാകുന്ന സിറ്റുവേഷൻ ഫാക്ടേഴ്സ് ഒക്കെ ആണെങ്കിലും നമ്മൾ ആദ്യം പനിഷ്മെൻറ്റ് നമ്മൾ ഇതിനെ ഡീൽ ചെയ്യാനായിട്ട് നമുക്ക് എടുക്കാം. പിന്നെ കാറ്റലൈറ്റിസ് നെഗറ്റീവ് എനർജി നമുക്ക് പുറത്തേക്ക് കളയാം. കാറ്റലൈറ്റിസ് നമ്മൾ നെഗറ്റീവ് എനർജി, അത് നമുക്ക് കണ്ടമാനം നെഗറ്റീവ് എനർജികളുണ്ട്, നെഗറ്റീവ് തോട്ട്സ് ഉണ്ട്. ഞാൻ കൊള്ളുകയില്ല എന്നുള്ള തോട്ട്സ് ഉണ്ട്, ഞാനത് ശരിയല്ല എന്നുള്ള തോട്ട് മറ്റുള്ളവരെ കുറിച്ചുണ്ട്. ഇത് നമ്മൾ വെന്റിലേറ്റ് ചെയ്ത് കളയാം. അപ്പം പറഞ്ഞു കളയാം. ചില വികാരങ്ങൾ ആൾക്കാരോട് പറഞ്ഞ് പറയാം, ചില വികാരങ്ങൾ നമുക്ക് നമ്മുടെ മനസ്സുകൊണ്ട് തന്നെ പറഞ്ഞ് അങ്ങനെ വേണമെങ്കിലും ആകാം. നമ്മുടെ കാഴ്ചപ്പാട് നമ്മൾ മാറ്റുക. ഓരോ രീതിയിലും ഓരോന്നിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കും. നമ്മുടെ പെർസെപ്ഷൻ, നമ്മുടെ തിങ്കിങ് ആകാം, നമ്മളതിനെക്കുറിച്ച് കാണുന്നതാകാം, നമ്മുടെ അതിനെക്കുറിച്ചുള്ള ചിന്താഗതികളാകാം, തോട്ട്സ് ആകാം. ഇതെല്ലാം നമ്മൾ മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ദാറ്റ് വി ക്യാൻ ഡീൽ വിത്ത്. ദെൻ സോഷ്യൽ സ്കിൽ ട്രെയിനിങ്. ഇതിൽ രക്ഷപ്പെടാൻ വേണ്ടി ധാരാളം സ്കിൽ ട്രെയിനിങ്ങുകളുണ്ട്. അഗ്രഷൻ ചെയ്യാനുള്ളതുണ്ട്, മെഡിറ്റേഷനുണ്ട്, ട്രെയിനിങ് മെത്തേഡ്സുകളുണ്ട്. സോ ഹൗ വി ക്യാൻ ഇംപ്രൂവ് ദ പ്രൊമോഷൻസ് എങ്ങനെയാണെന്ന് നമുക്ക്. അപ്പം മെൻ്റൽ ഹെൽത്ത് എന്ന് പറയുന്നത് ഒരാൾ വെൽ ബീയിങ് ഇൻ ദ സൊസൈറ്റി എന്ന് പറയുന്നത് നമ്മൾ എമോഷൻസ്, പോസിറ്റീവ് ഹെൽത്ത് എന്ന് പറയുന്നത്. അപ്പം മെൻ്റൽ ഹെൽത്ത് പോസിറ്റീവ് ആണെങ്കിൽ ഇറ്റ് ഷുഡ് ബി ബാലൻസ്. മെൻ്റൽ ഹെൽത്ത് എല്ലാവർക്കും മെൻ്റൽ ഹെൽത്ത് വേണം. അപ്പം ആ മെൻ്റൽ ഹെൽത്ത് എന്ന് പറയുന്നത് അവരൊക്കെ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യാൻ സഹായിക്കുക, എമോഷൻസിനെ കൈകാര്യം ചെയ്യാനായിട്ട് പഠിക്കുക, അഗ്രഷൻ ഇല്ലാതിരിക്കുക, പോസിറ്റീവ് തിങ്കിങ് ഉണ്ടാകും, ജീവിതത്തിൽ നല്ലതുണ്ടാകുമെന്ന് വിചാരിക്കുക. അപ്പം അതിന് ആദ്യം ചെയ്യേണ്ട പോസിറ്റീവ് എമോഷൻസ് നമ്മൾ നിറയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ എപ്പോഴും നെഗറ്റീവ് എമോഷൻസ് നമുക്ക് ഡ്രെയിൻ ചെയ്തിട്ട് പോസിറ്റീവ് എമോഷൻസ് നമ്മൾ നിറയ്ക്കുകയാണ്. ദെൻ എമോഷൻ റെഗുലേഷൻ. ഒരു ചിട്ടകളുണ്ടാക്കുക. ഓരോ കാര്യത്തിൽ നമുക്ക് ചിട്ടകൾ പലപ്പോഴും നമ്മൾ ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ജീവിതത്തിന് ഒരു ചിട്ടയില്ലാത്തപ്പോഴാണ് നമുക്ക് എപ്പോഴും എമോഷൻസ് മോശമാകുന്നത്. അപ്പോൾ പലപ്പോഴും പറയും തോന്നുന്ന സമയത്ത് കഴിഞ്ഞിട്ടു, തോന്നുന്ന സമയത്ത് ആഹാരം കഴിച്ചു, തോന്നുന്ന രീതിക്ക്. അപ്പോൾ ഒരു പഞ്ച്വാലിറ്റി നമുക്കില്ലാതിരിക്കും, നമ്മുടെ ഫുൾ മെൻ്റൽ ബാലൻസ് നമുക്ക് പോകും. അപ്പം മെൻ്റൽ ഹെൽത്ത് ഉണ്ടാക്കുന്ന ഒരു എമോഷണൽ റെഗുലേഷൻസ് ഉണ്ടാകണം. പിന്നെ പോസിറ്റീവ് റോൾ മോഡൽസ് ഉണ്ടാകണം. അപ്പം നല്ല നല്ല ആൾക്കാരെയായിട്ട് നമ്മൾ കാണുക. എന്ന് വെച്ചാൽ സമൂഹത്തിൽ എമോഷനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ, നെഗറ്റീവ് എനർജി കൊടുക്കാത്ത ആൾക്കാർ, അങ്ങനെയുള്ള ഒരു റോൾ മോഡൽ. നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു സിനിമ കാണുമ്പം അതിനകത്ത് വില്ലനെ അല്ലാതെ നായകനെ അല്ലെ ഉപനായകനെ, അപ്പം അങ്ങനെയുള്ള മോഡൽസ് നമ്മൾ ഉണ്ടാക്കാം, റോൾ മോഡൽസ് നമുക്ക് ഉണ്ടാക്കാം. ദെൻ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് വർക്ക് ലൈഫ് ബാലൻസ് ആണ്. പിന്നെ നമുക്ക് ഈ വർക്ക് ലൈഫ് ബാലൻസ് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളെ ഒരാളുടെ കോൺസെപ്റ്റ്, ഞാൻ എന്ത് ഇഷ്ടപ്പെടുന്നു, എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം. അപ്പം എനിക്കിഷ്ടപ്പെട്ട ജോലി ഇഷ്ടപ്പെട്ട രീതിയിൽ
എൻ്റെ സാറ്റിസ്ഫാക്ഷന് വേണ്ടി നമ്മൾ ചെയ്യാം. അപ്പോൾ പലപ്പോഴും ഫോഴ്സ്ഫുള്ളി ആണ് വർക്ക് എടുക്കുന്നത്. അപ്പോൾ വർക്ക് ബാലൻസ് ഉണ്ടാകാതെ വരും. അപ്പം ഒരു വർക്ക് ബാലൻസ് പറയുമ്പോൾ ഫാമിലി എല്ലാം കൂടി ചേർന്നിട്ടാണ് നമ്മൾ പറയുന്നത്. ഫാമിലിക്ക് വേണം, ജോലി വേണം, ഫിനാൻഷ്യലായിട്ട് ബാലൻസ് വേണം, അത് ചെയ്യുന്ന കാര്യങ്ങൾക്ക് ബാലൻസ് വേണം, ഫാമിലി ഇൻവോൾവ് ആകുക, അതിനകത്തുള്ളതായ മെമ്പേഴ്സ് തമ്മിൽ ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് ഉണ്ടാകുക, അവർ വെൽ ബാലൻസ്ഡ് എമോഷണൽ അറ്റാച്ച്മെന്റ് ഉണ്ടാകുക, ജോലിക്ക് സ്ട്രെസ് നമ്മൾ കുറഞ്ഞിരിക്കുക, നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ നമുക്ക് ലീഷർലി ഒക്കെ കിട്ടി, അങ്ങനെയൊക്കെ ചെയ്യാം. അപ്പം ഇങ്ങനെ വരുമ്പോഴും നമുക്ക് ഉണ്ടാവുള്ളൂ. അപ്പം ചേഞ്ചിങ് സീൻ, അപ്പം എപ്പോഴും നമ്മൾ ഉണ്ടാക്കണമെങ്കിൽ അവിടെ ചേഞ്ചിങ് സിനാരിയോ ഉണ്ടാകും, സീൻ ഉണ്ടാകണം, ഒരു എമോഷണലി വെൽ ബാലൻസ് ആയിട്ടൊരു സീൻ ഉണ്ടാകും. അവിടെ വർക്ക് കൾച്ചർ, ചേഞ്ചിങ് ദ വർക്ക് കൾച്ചർ, നമ്മൾ ചെയ്തൊരിക്കലും ജോലിയുടെ സാഹചര്യങ്ങൾ ഏത് രീതിയിലാണോ. അപ്പം പലപ്പോഴും ജോലിക്ക് ഒരു ചേഞ്ചസ് വരുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവിടുത്തെ വർക്ക് കൾച്ചർ നമുക്ക് ഡിസിപ്ലിൻ ഉണ്ടാകുക, അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല കോണ്ടാക്റ്റുകൾ ഉണ്ടാകുക, ഒരു പോസിറ്റീവായിട്ട് നമ്മൾ ചിന്തിക്കുക, നമുക്ക് റിവാർഡ് കിട്ടുക, നമ്മൾ അംഗീകരിക്കുക, അതൊക്കെയാണ് വർക്ക് കൾച്ചർ എന്ന് പറയുന്നത്. ദാറ്റ് ഇൻക്രീസ് വർക്ക് ടൈം. അപ്പോൾ വർക്ക് ടൈം ഇൻക്രീസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ കൊടുക്കുക. നമ്മൾ സാധാരണഗതി അയാൾക്കുള്ള സമയം, കാരണം കണ്ടമാന ലീഷ് ടൈം, ഇപ്പോൾ രാവിലെ 1 മണിക്കൂർ വർക്ക് ചെയ്തു, വൈകിട്ട് 1 മണിക്കൂർ വർക്ക് ചെയ്തു, അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഓഫീസിൽ ഒരു ദിവസം വരെ ശരിയാകില്ല. അപ്പം നമുക്ക് പ്രോപ്പറായിട്ടുള്ള വർക്ക് ടൈമും വർക്ക് കൾച്ചറും നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു മെന്റൽ ബാലൻസ് ഉണ്ടാക്കാം. അപ്പം ഇതൊരു ഗ്ലോബലൈസേഷൻ്റെ ആണ്. അപ്പം പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 to 5 ആണെങ്കിൽ ഇപ്പം 10 to 5 എന്നുള്ളതല്ല വർക്കിംഗ് ടൈം. അപ്പം എങ്ങനെയല്ല, ഇത് ഫ്ലെക്സിബിൾ ആണ്. ചിലപ്പോൾ രാവിലെ വന്നു കഴിഞ്ഞാൽ, അപ്പം നമുക്ക് എവിടെ ചെന്ന് കഴിഞ്ഞാലും പല ഓഫീസുകളും 24 hours വർക്ക് ചെയ്യുന്ന അവിടുത്തെ വർക്കിംഗ് ചേഞ്ച് ടൈമിൻ്റെ ഇതുണ്ട്. അപ്പം ഒരാൾ മോർണിംഗ് ഷിഫ്റ്റിൽ വർക്ക് ചെയ്യുന്നു, ഒരാൾ നൂൺ ഷിഫ്റ്റ് വർക്ക് ചെയ്യുന്നു, ഒരാൾ നൈറ്റ് ഷിഫ്റ്റ് വർക്ക് ചെയ്യുന്നു. പിന്നെ വർക്ക് ടൈം നമ്മൾ അതനുസരിച്ച് മാറ്റം വരുന്നു. കാരണം ഇതൊരു ഗ്ലോബലൈസേഷൻ്റെ ഭാഗമാണ്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമ്മൾ വർക്ക് ടൈം അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്തെടുക്കുമ്പോൾ മാത്രമേ നമുക്ക് ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഇതുണ്ട്. അപ്പം സമയത്തിനനുസരിച്ച് നമുക്ക് ചേഞ്ച് ചെയ്യുന്നത്, നമുക്ക് ഇഷ്ടമുള്ള ജോലികൾ നമുക്ക് തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം, നമുക്ക് മനസ്സിന് ഇഷ്ടപ്പെട്ട വർക്കുകൾ നമ്മൾ ചെയ്യാൻ സാധിക്കാം, അവിടെ ഒരു വർക്ക് കൾച്ചർ ഉണ്ടാകും. അപ്പം ഈ വർക്ക് ലൈഫ് ബാലൻസ്, ഇക്വാലിറ്റിയും, ഒന്ന് ഇക്വാലിറ്റി വേണം എല്ലാ ജോലികൾക്കും, എല്ലാവർക്കും ചെയ്യാനായിട്ടുള്ള. അതായത് സ്ത്രീ ചെയ്തുകൊണ്ട് ശമ്പളം കുറവ്, പുരുഷൻ ചെയ്തുകൊണ്ട് ശമ്പളം കൂടുതൽ, ഇന്നയാൾ ചെയ്താൽ അത് പാടില്ല. ഇക്വിറ്റി വേണം. അവിടെ നമുക്ക് ചെയ്യുന്ന ജോലിക്ക് നമുക്ക് കിട്ടുന്ന കാര്യങ്ങൾക്കും ഈക്വലായിട്ടുള്ള ഇതുണ്ടാകണം. ചെയ്യുന്ന ജോലിക്ക് തത്തുല്യമായ കൂലി കാര്യങ്ങൾ കിട്ടുക. ഇന്നാഡിക്കേറ്റ് ആണെങ്കിലും എക്സസ് ആണെങ്കിലും നമുക്ക് ആ ജോലിയിൽ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകില്ല. ഇക്വാലിറ്റി വേണം, ആർക്ക് ചെയ്യാനും പറ്റുന്നത് ഇക്വാലിറ്റി വേണം. പിന്നെ ലൈഫ് ബാലൻസ് എന്ന് പറഞ്ഞാൽ ഫാമിലിയും കൾച്ചറും, അത് വർക്ക് കൾച്ചറും ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് നമുക്ക് വേണം. അവിടെ നമുക്ക് കുട്ടികൾക്ക് ഒരു ബാലൻസ് ആയിട്ട് ലൈഫ് വേണം, അവിടെ കുട്ടികൾക്ക് വളരാനുള്ള സാഹചര്യങ്ങൾ വേണം, ജോലി ചെന്ന് കഴിഞ്ഞാൽ നമുക്കിവിടെ റിലാക്സ്ഡ് ആയിട്ട് ചെയ്യാതിരിക്കണം, ഫാമിലി ഇൻവോൾവ്മെൻ്റ് ആകാനും കൾച്ചറൽ ആക്ടിവിറ്റീസ് ഒക്കെ നമ്മൾ ഉണ്ടാക്കുക, അവിടെ നമ്മൾ ഫാമിലി ഗെറ്റ് ടുഗദറുകൾ നമ്മളൊക്കെ ഉണ്ടാക്കുക. ഇങ്ങനെയൊക്കെ ആണ് നമ്മളൊരു വർക്ക് ബാലൻസ് ഉണ്ടാക്കുക. അപ്പം വർക്കും നമ്മുടെ ജീവിതവുമായിട്ടൊരു ബാലൻസ് ഉണ്ടാകും. അത് സാമ്പത്തികമായിട്ടാണെങ്കിലും മാനസികമായിട്ടാണെങ്കിലും വ്യക്തിപരമായിട്ടാണെങ്കിലും നമുക്കുണ്ടാകും. ആ ഒരു വർക്ക് കൾച്ചർ ഉണ്ടായെങ്കിൽ മാത്രമേ വർക്ക് ലൈഫ് ബാലൻസ് ഉണ്ടാവുള്ളൂ. നമ്മൾ ഇവിടെ ഇതാണ് നമ്മൾ ഐഡൻറ്റിറ്റി നമുക്ക് ചെയ്യുന്നത്. അപ്പോൾ ഒരു ജെൻഡർ ഐഡൻറ്റിറ്റി വരുമ്പോൾ നമ്മൾ ഈക്വലായിട്ട് കാണുമ്പോൾ എന്താണ് എൻ്റെ റോള്, എന്താണ് ഞാൻ ചെയ്യുന്നത്, എന്താണ് സമൂഹം എന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്, എന്താണ് സമൂഹത്തിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത്, അല്ലെങ്കിൽ എൻ്റെ കാഴ്ചപ്പാട് സമൂഹത്തിൻ്റെ കാഴ്ചപ്പാടുകൾ, ഇത് ഒരുമിച്ച് വരുമ്പോൾ മാത്രമേ നമുക്കൊരു ഐഡൻറ്റിറ്റി എന്ന് പറയുന്നുണ്ടാവുള്ളൂ. അപ്പം ഇതിനുള്ള കാര്യങ്ങളാണ്. അപ്പം എന്താണ് ജെൻഡർ, എന്താണ് യൂത്ത്, എന്താണ് ജെൻഡർ ഐഡൻറ്റിറ്റി, ഇതാണ് നമ്മൾ. ഈ ഒരു കാര്യമാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം വർക്ക് ലൈഫ് ബാലൻസും ഇക്വിറ്റിയും ഇക്വാലിറ്റിയും വെരി വെരി ഇമ്പോർട്ടൻറ്റ് എന്ന് നമ്മൾ പഠിച്ച ഇത്ര കാര്യങ്ങളാണ്. എന്താണ് ജെൻഡർ, എന്താണ് അവരുടെ ഡിഫറൻസ്, എന്താണ് അഗ്രഷൻ, എങ്ങനെ നമുക്ക് അഗ്രഷനെ കൺട്രോൾ ചെയ്യാം, എന്താണ് വർക്ക് ലൈഫ്, എന്താണ് വർക്ക് ലൈഫ് ബാലൻസ്, എന്താണ് ഈക്വിറ്റി, എന്താണ് ഈക്വാലിറ്റി. അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നോക്കി മനസ്സിലാക്കുക. ഇത് BPCG 172
72-ലെ 4-ാമത്തെ മോഡ്യൂളാണ്. നമസ്തേ.